സകല ഉയർച്ചയും സകല സമൃദ്ധി സകല ദൈവമേ ഹല്ലേലൂയ സന്തോഷം എല്ലാം അങ്ങ് നൽകുന്നതാകുന്നല്ലോ പിതാവേ. അങ്ങനെ തൃപ്പാദത്തിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി വിട്ടിരുന്നാഥ. പിശാചിന്റെ പിടിയിൽ അകപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും മുദ്രയിട്ട് ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും മുദ്രയിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിർത്തി സ്വർഗീയ സ്ഥാനത്തിൽ ഊരിപ്പിടിച്ച വാളും ഞങ്ങൾക്ക് അവിടുത്തെ കാവൽ നിർത്തി സംരക്ഷിച്ച് അവിടുന്ന് ഞങ്ങളെ ഹല്ലേലൂയ ഓരോ ദിവസം അവിടുത്തെ തിരുമാർവിന്റെ മറവിൽ ഞങ്ങളെ അവിടുന്ന് മറയ്ക്കുന്നതിന് നന്ദി പറഞ്ഞു പിതാവ്. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തി യേശുക്രിസ്തു നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവ്. ഓരോ ദിവസം അവിടുത്തെ വചനത്താൽ ഞങ്ങൾ ശക്തിപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകുന്ന ഉറപ്പും ആശ്വാസവും സന്തോഷവും സമാധാനം ജീവനും അനുഭവിക്കാൻ തക്കവണ്ണം പിതാവെ. അവിടുത്തെ അഭിഷേകത്തിലൂടെ അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വിരുന്നിനെ നന്ദി പറഞ്ഞ പിതാവെ. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ വീര്യപ്രത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ സംഭവിക്കുമാറാട്ടെ. അദ്ദേഹം ആയിരിക്കും ദേശത്ത് അവിടുന്ന് അദ്ദേഹത്തെ മാനിച്ച് നിർത്തിയിരിക്കുന്നതിനോട് നന്ദി പറഞ്ഞ പിതാവെ. ഒരിക്കൽ കൂടി ഞങ്ങളെ പൂർണ്ണമായി വിട്ടിരുന്നാഥ. അതേമേ അങ്ങ് തിരുപ്പാത്തിലേക്കും അങ്ങ് തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളുടെ സംരക്ഷണത്തെ പൂർണ്ണമായി വിട്ടിരുന്നാഥ. അങ്ങയുടെ ഇഷ്ടത്തിന് ഞങ്ങളെ വിട്ടിരുന്നു. അവിടുത്തെ ഹിതം പോലെ ഞങ്ങളുടെ മേലെ അവിടെ നിറവേറ്റ ആ ഹിതം ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങനെ ദൈവമേ പൂർണ്ണമായി ഞങ്ങളുടെ തിരുക്കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി വിട്ടിരുന്നു. അവിടുത്തെ ഹിതം ഞങ്ങളുടെ മേൽ നിറവേറട്ടെ. സ്വർഗ്ഗം തുറന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് നന്ദി പറഞ്ഞ സകലത്തിന് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെയും കുടുംബത്തെ ഞാൻ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വൻ കൃപകൾക്കായി നന്ദി പറയുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന സമയമാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വലിയ വീര്യപ്രവർത്തികളെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം ഈ സമയത്ത് ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഒരുമിച്ച് പറഞ്ഞു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്ന മനുഷ്യനല്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ ഇന്ന് വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കർത്താവിനാലുള്ള അത്ഭുതത്തിൻ്റെ സമയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ വീര്യപ്രവൃത്തികളെ അനുഭവിക്കുന്ന സമയമാണ്. നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കുന്ന സമയമാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ ശ്രേഷ്ഠകരമായി നടത്തുന്നല്ലോ. ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിന്ന് തുടർച്ചയായിട്ട് കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ടുവരുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ശക്തമായി തന്നെ കർത്താവ് അത് പതിപ്പിക്കുന്നല്ലോ. ഇന്നും ദൈവം നമുക്ക് വേണ്ടി വലിയ കൃപകളാൽ ചെയ്യുവാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിച്ചോണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ഒരാൾ ഒന്ന് പറഞ്ഞോട്ടെ. ഇന്നലെ കേട്ട വചന ചിന്ത, വചനമല്ല, നമ്മൾ എന്തിനെ പറ്റിയാണ് ധ്യാനിച്ചത് ചിന്തിച്ചതെന്നുള്ളത് ഓർമ്മയുള്ള ഒരാളെന്ന് പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരു പരിചയായി പ്രവർത്തിക്കുന്നത്? വചനം പറഞ്ഞ ഞാൻ നിന്റെ പരിചയാകുന്നു, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം സകലത്തിനും മതിയായത്. നമ്മൾ ഇന്നലെ കേട്ടു, ദൈവം എനിക്കൊരു പരിചയമായി വെളിപ്പെട്ടു, നല്ല അതിമഹത്തായ പരിചയമാകുന്നുവെന്ന് നമ്മൾ കേൾക്കാനിടയായി തീർന്നല്ലേ. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ അകത്ത് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ദൈവം എനിക്ക് പരിചയം, ദൈവം എനിക്ക് പ്രൊട്ടക്ഷനാണ്, ദൈവം എനിക്ക് ശക്തമായി, ദൈവം എനിക്ക് പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒരു നാളും തകർന്നു പോകത്തില്ല, ഒരു നാളും ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. നമുക്കൊരുമിച്ച് ഇന്ന് പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരു വാക്യം നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് വായിക്കാം. അതിനായിട്ട് നമുക്ക് വേഗത്തിൽ തന്നെ ബൈബിൾ ഒരു വാക്യത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം.
മർക്കോസ് ലീഹായുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് മർക്കോസിൻ്റെ 16-ാമത്തെ വാക്യം പരിചിതമായ വാക്യമാണ്. അതിനു മുമ്പായിട്ട് മർക്കോസ് 1:15 കൂടെ എടുത്തിട്ട് നമുക്ക് അതിലേക്കൊന്ന് പോകാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആമേൻ. ഇവിടെ നോക്കുക, ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഇന്ത്യൻ സമയം 8:30 മുതൽ എല്ലാ ദിവസവും അന്യഭാഷാ പ്രാർത്ഥന നടക്കുന്നു. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവർ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ മൈക്കുകളൊക്കെ നിങ്ങൾക്ക് വീടിൻ്റെ അകത്ത് സംസാരം ഡിസ്റ്റർബൻസുകളുള്ളവരാണെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റണമെന്നില്ല. അഥവാ നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്യും എപ്പോഴും മ്യൂട്ട് മാറിയിട്ടുണ്ടോ, ആരെങ്കിലും വർത്തമാനം പറയുമ്പോഴെപ്പോഴും. കാരണം നമ്മൾ നല്ലൊരു പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലോയിൽ പോകുമ്പം ഈ ഇടയ്ക്ക് ആളുകൾ സംസാരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ്. കാരണം ഇത്രയും പേരുള്ളത് കൊണ്ട് ഇതിൽ ആരാണ് സംസാരിക്കുന്നത്, എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആരാണ് സംസാരിക്കുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ പലപ്പോഴും ഓൾ മ്യൂട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു വരുന്ന ആ ഒരു ബലം പിന്നെയും നമുക്ക് ഓൾ മ്യൂട്ടായി പോയിട്ട് പിന്നെയും ഓണാക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഓൾ മ്യൂട്ടാക്കുമ്പോൾ നിങ്ങൾ മ്യൂട്ടായി പോയെങ്കിൽ ഒന്ന് ജസ്റ്റ് സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ അൺമ്യൂട്ടാക്കി പറഞ്ഞാൽ മതി. നമുക്ക് ഈ ആരാണ് ഈ ബഹളം ഉണ്ടാക്കാൻ നമുക്കറിയത്തില്ല. പക്ഷേ എന്താ പറയുന്നത്, ഇനി നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് അസാധ്യമാണ്. പക്ഷേ ശ്രദ്ധിക്കുക. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇവിടെ വചനം പറയുന്നു സുവിശേഷത്തെപ്പറ്റി. മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. നോക്കിക്കേ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഇന്നലെ ഞാൻ ആ വാക്ക് പറഞ്ഞായിരുന്നു, മാനസാന്തരപ്പെടുക. പല ആൾക്കാരും ചോദിക്കും, ബ്രദർ എന്തുകൊണ്ടാണ് മാനസാന്തരം പ്രസംഗിക്കാത്തത്? ഞാൻ ഇന്നത് പറയാൻ ഉദ്ദേശിച്ചല്ല, പക്ഷേ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ ഈ ഒരു വചനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഉള്ളത്തിൽ തന്നതുകൊണ്ട് പറയുവാൻ ഇടയായിത്തീർന്നത്. അപ്പം മാനസാന്തരം യഥാർത്ഥത്തിൽ പ്രസംഗിക്കുവാൻ ഉള്ളതല്ല. മാനസാന്തരം ഇവിടെ നോക്കിക്കേ, ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുക, മനം തിരിയുക. ആമേൻ. നമുക്കറിയാം, നമ്മുടെ ഒരു സാധാരണ മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ ഒരിക്കലും ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തെയോ ദൈവത്തിൻ്റെ പദ്ധതികളെയോ വിശ്വസിപ്പാനോ സ്വീകരിപ്പാനോ കഴിയത്തില്ല. ദൈവരാജ്യത്തിൻ്റെ കാര്യം നോക്കിക്കേ, ദൈവരാജ്യത്തെ യേശുക്രിസ്തു പ്രസംഗിച്ചു. കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഞാൻ ചോദിച്ചോട്ടെ, യേശുക്രിസ്തു സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ സുവിശേഷത്തിൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ? ആ കാലഘട്ടത്തിൽ ഇല്ല. നമ്മളത് പറഞ്ഞിട്ടുണ്ടല്ലേ. യേശുക്രിസ്തു ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ആ ഒരു രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ പറയാം, കർത്താവേ ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞാൽ അവിടെ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ കഴിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷം എന്ന് പറഞ്ഞാൽ തിമത്തിയോസിൻ്റെ ലേഖനം നോക്കിക്കേ, 2 തിമത്തിയോസ് 2:8 പറയുന്നു, ദാവീദിൻ്റെ സന്തതിയായ യേശുക്രിസ്തു ജനിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം മാത്രം പോരാ, യേശുക്രിസ്തുവിൻ്റെ വളർച്ച മാത്രം പോരാ, യേശുക്രിസ്തു ജനിച്ചിട്ട് മരിച്ചിട്ട്, നോക്കിയ വാക്കുകൊണ്ടോ, ജനിച്ചു, മരിച്ചു, ഉയർത്തു, ഇത് 3ഉം ചേരുന്നതാണ് സുവിശേഷം. അങ്ങനെയാണെങ്കിൽ മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ യേശു പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവിടെ ആ സമയത്ത് സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ കഴിയുമോ ഇല്ലയോ? പറ. ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ബൈബിളിൽ പറയുന്നു, യോഹന്നാനേക്കാൾ അധികം യേശുക്രിസ്തു ആളുകളെ സ്നാനപ്പെടുത്തി. പക്ഷെ ബൈബിൾ പറഞ്ഞു യേശുവല്ല, അത് ശിഷ്യന്മാരായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് യേശുക്രിസ്തു സ്നാനപ്പെടുത്തിയില്ല? കാര്യം യേശുക്രിസ്തു സ്നാനമേറ്റയാളാണ് യോഹന്നാൻ്റെ കരത്തിൻ്റെ കീഴെ. പക്ഷെ യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്തു എന്ന് ബൈബിൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് പറയുന്നു, യേശു ആരെയും സ്നാനപ്പെടുത്തിയില്ല. എന്തുകൊണ്ടായിരിക്കും യേശു സ്നാനപ്പെടുത്താത്തത്? പറയാൻ പറ്റുമോ എന്തുകൊണ്ടായിരിക്കാം യേശു ആരെയും സ്നാനപ്പെടുത്താഞ്ഞത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്നാനപ്പെട്ടിട്ടുണ്ടായില്ല, പരിശുദ്ധാത്മാവ്.
ശിഷ്യന്മാർക്കാണ് അധികാരം. ആമേൻ. ഇപ്പൊ നിങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം പഠിക്കണം. കാര്യം നോക്കുകയെ, എന്താണ് സ്നാനം? യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. യേശു മരിക്കാതെ എങ്ങനെയാണ് യേശു ക്രിസ്തു സ്നാനപ്പെടുത്തുന്നത്? യേശു മരിക്കാതെ എങ്ങനെയാണ് സ്നാനം നിലവിൽ വരുന്നത്? അപ്പോൾ യോഹന്നാൻ്റെ സ്നാനമോ? യോഹന്നാൻ്റെ സ്നാനം സ്നാനത്തിൻ്റെ മുൻകുറിയാണ്. ഇങ്ങനെ ഒരു സ്നാനം വരുന്നു. യോഹന്നാനെ ഏൽപ്പിച്ചിരുന്നത് ദൈവരാജ്യത്തിൻ്റെ ഒരു മോഡൽ നീ ലോകത്തിൽ വെളിപ്പെടുത്തണം. മോഡലാണ്, ഒറിജിനല്ല. ഇതിൻ്റെ ഒരു മോഡലാണ്. യേശു വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് സകല നീതി നിവർത്തിയാണ്. യേശു സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപത്തിലേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്തു? അവിടെ പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷമാണ് സുവിശേഷം കംപ്ലീറ്റ് ആകുന്നത്. സംശയിക്കേണ്ട. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജനന മരണ പുനരുദ്ധാനമാണ്. ജനിച്ചതുകൊണ്ട് സുവിശേഷമാകുന്നില്ല, മരിച്ചതുകൊണ്ട് സുവിശേഷമാകുന്നില്ല. തിമോഥെയോസിൽ പറയുന്നു, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർക്കുക. അതാണോ എൻ്റെ സുവിശേഷം? ആമേൻ. ഇനി നോക്കുക. അപ്പോൾ എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനത്തെ നിങ്ങളുടെ മനം തിരിക്കുക, മനസ്സ് തിരിയുക. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളെല്ലാവരും യേശുവിലേക്ക് വന്ന ഒരു സമയം. കഴിഞ്ഞ ദിവസം സഹോദരി പറഞ്ഞു, ഞാൻ 8 വർഷമായി യേശുവിലേക്ക് വന്നിട്ട് ഇന്നേ വരെ 8 വർഷത്തിന് ശേഷമാണ് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ യേശു എന്നെ ഉപയോഗിക്കുമെന്നും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് രോഗസൗഖ്യം ഉണ്ടെന്നും ഒക്കെ ഒരു സഹോദരിയല്ല, ഒത്തിരി സഹോദരിമാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തിരിച്ചറിവാണ്, നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ടാകുന്ന ഒരറിവാണ്. അപ്പോൾ നിങ്ങൾ അടുത്തറിവ് ഞാൻ പറയാം, ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകണം സുവിശേഷം അറിയിക്കാൻ. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട്, വീട്ടമ്മയല്ലേ നിങ്ങൾ, അല്ലെങ്കിൽ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരല്ലേ, എങ്ങനെ നിങ്ങൾ പോവും? അത് പറഞ്ഞു തരാം. അപ്പോൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സ് തിരിയുകയാണ്. ഒരു വ്യക്തിയുടെ മനസ്സ് ചേഞ്ച് ആകുകയാണ്. എങ്ങനെയാണ് മനസ്സ് ചേഞ്ച് ആകുന്നത്? നമുക്കൊന്ന് പഠിക്കാം. പൗലോസ് ലീഹ എന്ന് പറയുന്ന മനുഷ്യൻ ദുഷ്ടനായൊരു മനുഷ്യനായിരുന്നു. സഭയെ മുടിപ്പിച്ചവൻ എന്നാണ് ബൈബിൾ പറയുന്നത്. സ്ത്രീകളുടെയൊക്കെ മുടിക്കുത്തിന് പിടിക്കുകയും അവരെ വലിച്ചഴച്ചുകൊണ്ട് കാരാഗൃഹത്തിൽ അടയ്ക്കുകയും അധികാര പത്രമൊക്കെ മേടിച്ച് സുവിശേഷം പറയുകയും ആരാധിക്കുന്ന ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കുന്ന ക്രൂരനായ മനുഷ്യൻ. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന കണ്ടത് രസിച്ച മനുഷ്യൻ. ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു മനുഷ്യനെ ആളുകളെല്ലാം കൂടെ കല്ലെറിഞ്ഞ് തലയും മൂക്കും വായും കണ്ണും എല്ലാം പൊട്ടി ചോര വാർന്നൊലിക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും കണ്ടു നിൽക്കാൻ പറ്റും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ട് അങ്ങനെ കണ്ടു നിൽക്കാൻ? ഒരാളെ മൃഗീയമായി കൊല്ലുന്നത് കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? പക്ഷെ പൗലോസ് ലീഹായ്ക്ക് കഴിയും. പൗലോസ് ലീഹ കഠിന മനുഷ്യനാണ്, ഒരു ദയമില്ലാത്തൊരു മനുഷ്യനാണ്, അതികഠിന ഹൃദയമുള്ളൊരു മനുഷ്യനാണ്. പൗലോസ് ലീഹായ്ക്ക് അത് കാണുവാൻ ഒരു മടിയുമില്ല. ബൈബിൾ പറയുന്നു, ആ മനുഷ്യൻ്റെ സ്തേഫാനോസിൻ്റെ വസ്ത്രം കൊണ്ടുവച്ചത് ഈ പൗലോസിൻ്റെ മുമ്പിലാണ്, അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിലാണ്. അപ്പം കല്ലെറിയുന്നത് കണ്ട് ക്രൂരമായി നിൽക്കുന്ന കാഴ്ച കണ്ടു നിൽക്കുവാൻ മടിയില്ലാത്ത മനുഷ്യൻ. എന്നാൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് യേശുവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായി. ആമേൻ. ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. പൗലോസ് യേശുവിനെ ഉപദ്രവിച്ചിട്ടില്ല, പൗലോസ് യേശുവിനെ ക്രൂശിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളെ തൊട്ടാൽ യേശുവിനെ തൊടുന്ന പോലെ എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങൾ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയാണ്. അതുവരെ സഭയെ മുടിപ്പിച്ച പൗലോസ് ലീഹ യേശുവിലേക്ക് വന്നു. ഇതാണ് മാനസാന്തരം. കൗൺസിൽ ചെയ്തപ്പോൾ കിട്ടിയതല്ല, മാനസാന്തരപ്പെടു എന്ന് പറഞ്ഞ് കിട്ടിയതല്ല. പകരം ദൈവാത്മാവ് ഉള്ളത്തിൽ വന്ന് ദൈവം നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്നതാണ് മാനസാന്തരം. ആമേൻ. മനം തിരിയുക, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പം ഇങ്ങനെ മനം തിരിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷത്തെ വിശ്വസിപ്പാൻ എൻ്റെ മനസ്സിന് കപ്പാസിറ്റി ഉണ്ടാവും. അപ്പം സുവിശേഷത്തെ വിശ്വസിക്കുവാൻ എന്തിനാണ് മാനസാന്തരം? മാനസാന്തരത്തെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സുവിശേഷം വിശ്വസിക്കാൻ മാനസാന്തരം വേണം? കാര്യം ഒരു വ്യക്തി നിങ്ങളുടെ മുഴുവൻ പാപത്തെയും
ശാപത്തെയും രോഗത്തെയും കഷ്ടതയെയും ദാരിദ്ര്യത്തെയും നിത്യനരകത്തെയൊക്കെ ഒരാൾ ഒരു ശരീരത്തിൽ ഇസ്രായേലിൽ വഹിച്ചു ഗോൽഗോത്തായിൽ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് വിശ്വസിക്കണമെങ്കിൽ ബുദ്ധി കൊണ്ട് പറ്റുമോ? ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വസിക്കുന്നതിൻ്റെ ആ ഒരു ശക്തി മനസ്സിലാക്കണമെങ്കിൽ ഇതുവരെ യേശുവിനെ അറിയാത്ത ഒരാളുടെ ഒക്കെ പോയി സുവിശേഷം പറയണം. ചുമ്മാ പറഞ്ഞു നോക്കിക്കേ, സഹോദര, ഇന്നേക്ക് 2000 വർഷം മുമ്പ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ രോഗമുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പാപമുണ്ടല്ലോ, ഇന്ന് കടന്നു പോകുന്ന ശാപമുണ്ടല്ലോ, ഇത് യേശു ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി വഹിച്ചു എന്ന് നിങ്ങൾ ഇതുവരെ കാണാത്തൊരു വ്യക്തിയോട് പറഞ്ഞാൽ ആ വ്യക്തിയുടെ തിരിച്ചു മറുപടി എന്തായിരിക്കും? നമുക്ക് വട്ടാണെന്ന് വിചാരിക്കും. ആ വ്യക്തിയൊക്കെ നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടോ? അതെങ്ങനെയാണ് 2000 വർഷം മുമ്പ് ഒരാൾ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന രോഗകഷ്ടത, പ്രയാസം, പാപശാപങ്ങളെ ഒരാൾ തൻ്റെ ശരീരത്തിലോട്ട് വഹിച്ചുവെന്നും ആ വ്യക്തി മരിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ഞാനിത് അക്സെപ്റ്റ് ചെയ്യും? നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ ചോദ്യം, നിങ്ങളെല്ലാം ഭ്രാന്തന്മാരാണോ? നിങ്ങൾക്കിത് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും പറയുന്നു യേശു എൻ്റെ പാപത്തെ വഹിച്ചു, യേശു എൻ്റെ രോഗത്തെ വഹിച്ചു, യേശു എൻ്റെ ശാപത്തെ മാറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കുകയോ ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പം ആൾക്കാർ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുക. എന്താ ഇതിൻ്റെ കാരണം? നിങ്ങളുടെ മനം തിരിഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായതുകൊണ്ട് സുവിശേഷത്തെ വിശ്വസിക്കുവാനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന്. ഇതാണ് രൂപാന്തരം. ഇത് സ്വന്തമായിട്ട് നമുക്കുണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ ആണ് മാനസാന്തരം. ആമേൻ. ഞാൻ മാനസാന്തരപ്പെടു സഹോദര, മാനസാന്തരപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, എൻ്റെ സഹോദര എനിക്ക് മാനസാന്തരപ്പെടാൻ പറഞ്ഞു. എങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നത്? ഉടനെ നമ്മൾ പറയും, നിൻ്റെ പാപമൊക്കെ ഏറ്റു പറഞ്ഞിട്ട് നീ വാ. അവനൊരു 100 വട്ടം പാപം ഏറ്റു പറയും. നിങ്ങൾക്കറിയാവോ, ഞാൻ എല്ലാ കൊല്ലങ്ങളും ഇപ്പോഴല്ല, നേരത്തെ എല്ലാ കൊല്ലവും ഓരോ ന്യൂ ഇയറിന് തീരുമാനമെടുക്കും, ഇന്ന് മുതൽ ഞാൻ പാപം ചെയ്യത്തില്ല. 2-ാം തീയതി മുതൽ പിന്നെയും തുടരും. എൻ്റെ കാരണം നമുക്ക് സ്വയമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ മനസ്സിനെ. ഇവിടെ പരിശുദ്ധാത്മാവതാണ് നമുക്ക് മാനസാന്തരം തരുന്നത്. എന്തിനാണെന്നറിയാവോ? സുവിശേഷത്തെ വിശ്വസിപ്പാൻ. അപ്പോൾ യേശുക്രിസ്തു ഇത് പ്രസംഗിക്കുകയാണ്. കാലം തികഞ്ഞു, സുവിശേഷം വരുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് നിക്കോദീമോസ് രാവിലെ, നമുക്കറിയാം, പറഞ്ഞിട്ടുള്ളതാണ്, യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 3-ാം അധ്യായം എടുക്കണ്ട. നിക്കോദീമോസ് എന്ന് പറയുന്ന ഒരു പ്രമാണി, ഒരു പണ്ഡിതനാണ്, ബൈബിൾ ടീച്ചറാണ്. പുള്ളി പറഞ്ഞു, കർത്താവേ, ഞാൻ എങ്ങനെ ഇനി വീണ്ടും ജനിക്കുന്നത്? ഉടനെ യേശു പറയുന്നുണ്ട്, അദ്ദേഹം ചോദിക്കുക, ഞാൻ അമ്മയുടെ ഉദരത്തിലേക്ക് ഇനി മടങ്ങിപ്പോയിട്ട് വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ്? യേശു വീണ്ടും പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ എന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കണം. അപ്പോൾ ചോദ്യം, അയാൾ റെഡിയായി വീണ്ടും ജനിക്കുക, പക്ഷെ നടക്കത്തില്ല. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാതെ വീണ്ടും ജനനം സാധ്യമല്ല. ആമേൻ. റോമർക്കെതിരെ ലേഖനത്തിൽ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവർക്കും, അത് യഹൂദനും അത് യഹോവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഇനി കേട്ടോണേ, സുവിശേഷം ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തുന്ന ദൈവശക്തിയാണ്. നിങ്ങളിപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയെ ബസ് വെച്ച് കാണുക, ആ വ്യക്തി വളരെ വിഷമിച്ചിരിക്കുക, നിങ്ങൾ പറയുക, സഹോദര, യേശു നിങ്ങളുടെ വിഷയത്തിൽ പരിഹാരം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉടനെ അവിടെ ശക്തി വ്യാപരിക്കും. അറിയാവോ? അയ്യോ ബ്രദർ, എനിക്ക് ബ്രദറിനെ പോലെയൊന്നും വലിയ ആൾക്കാരെ പോലെയൊന്നും എനിക്ക് ബൈബിൾ ഞാൻ വരച്ച പോലെ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ചിലരിങ്ങനെ പറയുന്ന ഒരു ഉദാഹരണമായിട്ട് അങ്ങ് പറയുക, എനിക്കങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിയത്തൊന്നുമില്ല, എനിക്ക് വലിയ ബൈബിൾ പാണ്ഡിത്യമൊന്നുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, യേശു നിന്നെ രക്ഷിക്കും, കർത്താവ് നിങ്ങളുടെ അവസ്ഥ മാറ്റുമെന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ അവിടെ ദൈവശക്തി വ്യാപരിക്കും. കാര്യം യേശു എന്ന വാക്ക് സുവിശേഷമാണ്. അത് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരും. ആ വ്യക്തിക്ക് മാറ്റം വരുവാൻ ശക്തിയുള്ളതാണ് ആ വാക്ക്. വെറുതെ നിങ്ങൾ പറയുക, വലിയ വാക്കൊന്നും പറയാൻ പറ്റത്തില്ല, വിഷമിച്ചിരിക്കുമ്പോൾ ചുമ്മാ പറ, സഹോദരി, യേശു അത്ഭുതം ചെയ്യും. ചിലപ്പോൾ ആ വ്യക്തി കളിയാക്കി ചിരിച്ചേക്കാം, പക്ഷേ ആ ഒറ്റ വാക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ രക്ഷയ്ക്കായി ദൈവശക്തിയായിട്ട് മാറും. ആമേൻ. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്താണോ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അതിനെ ഘോഷിക്കുന്നതാണ് സുവിശേഷം. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ എപ്പോഴും പറഞ്ഞ വാക്കല്ലേ, 16:15, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. ആമേൻ, ഹല്ലേലൂയ. സകല സുവിശേഷം പ്രസംഗിക്കണം. എൻ്റെ ഉള്ളത്തിൽ ഇന്നലെ ഒരു ചിന്തയുണ്ടായി. ഈ ദിവസങ്ങളിലൊക്കെ പിശാച് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു ചിന്ത കൊണ്ടുവിടുവാണ്, എന്തിനാണ് ഈ പ്രയർ സ്റ്റേഷൻ എല്ലാ സ്ഥലങ്ങളിലും വെക്കുന്നത്?
ഞാനും ഒന്ന് മനസ്സിരുത്തി കഴിഞ്ഞ ദിവസം ചിന്തിച്ച്, ശരിയാണല്ലോ, എന്തിനാണ് ഈ ഓരോ സ്ഥലത്തും ആളുകളെ കൂട്ടി എന്തോരം ഉറക്കം അളച്ച് രാവിലെ ഇവിടെ എണീറ്റിരിക്കണം. 3 മണി 4 മണിക്ക് രാവിലെ ഞാനിവിടെ എണീറ്റ് ഈ മിക്ക ദിവസങ്ങളിലും എണീറ്റിരുന്ന് ഈ പ്രയർ സ്റ്റേഷൻ പലയിടങ്ങളിലും ആളുകളെ പ്രാർത്ഥന കോർഡിനേറ്റ് ചെയ്യും. അപ്പം എൻ്റെ മനസ്സിലൊരു ചിന്ത, എന്തിനാണ് എൻ്റെ ഉള്ളത്തിൽ പിശാചു എന്തിനാണ് ഇങ്ങനെ ഒരു ചിന്ത, ഇങ്ങനെ ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം? ഒരു സൂം മീറ്റിംഗ് പോരെ, വല്ലപ്പോഴും വർഷത്തിലൊരിക്കൽ വന്ന് ഒരു പെരുന്നാൾ പോലെ കുറേ പ്രാർത്ഥന നടത്തി അങ്ങ് പോയാൽ പോരെ? വല്ലപ്പോഴും ഒരു പ്രാർത്ഥന വെക്കുക, കൂടുക, നമ്മൾ പ്രാർത്ഥിക്കുക, പോകുക. എന്തിനാണ് ഇത് ചെയ്യുന്നത്? എന്തിനാണ്? എൻ്റെ മനസ്സിൽ വന്നത്. അപ്പം ഞാനും ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു, ശരിയാണല്ലോ, വെറുതെ എന്താ പറയുന്നത്, വലിയ ചിലവല്ലേ ഇതെല്ലാം ചെയ്യുന്നത്, എന്തിനാണ് വെറുതെ ഇതിൻ്റെ അകത്ത് ഒരു റിസ്ക് എടുക്കുന്നത് എന്ന് എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരു ചിന്ത പെട്ടെന്ന് ഇങ്ങനെ വരാൻ തുടങ്ങി. ആമേൻ. ഒരു സെക്കൻഡ്. അപ്പം ഈ ചിന്ത എൻ്റെ അകത്തേക്ക് വരാൻ തുടങ്ങിയപ്പം എൻ്റെ ഉള്ളത്തിൽ എനിക്ക് മനസ്സിലായി, കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് എനിക്കൊരു ചിന്ത ഇങ്ങനെ നോക്കിക്കേ, ഈ വചനം പറയുന്ന ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക. നോക്കിക്കേ, അപ്പോൾ ജനം ഒരുങ്ങണം. പല ആൾക്കാരും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഏത് സഭയിലായിരുന്നാലും നിങ്ങൾ സുവിശേഷം പോയി പുറപ്പെടുക എന്നുള്ള വാക്തത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്തൊരു സ്ഥലമാണെങ്കിൽ സൂക്ഷിക്കണം. ഓക്കെ ടോമസ് വേറെ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ ഓഫ് ചെയ്ത്, എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത്. ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഓൾ ക്ലിയർ ചെയ്യാം, ഒന്ന് ഹോസ്റ്റ് ചെയ്യുന്ന സഹോദരങ്ങളെ. എനിക്കറിയാം ഇന്നത്തെ ഒരു വിഷയം പ്രധാനപ്പെട്ടൊരു വിഷയമാണെന്ന് എനിക്കറിയാം. ഈ കംപ്ലീറ്റ് ഒന്ന് എറേസ് ചെയ്യാൻ പറ്റുമോ എല്ലാ മെസ്സേജും? ഓക്കെ, എനിക്കിവിടെ ചെയ്യാൻ പറ്റും. ആമേൻ. സുവിശേഷത്തിൽ വിശ്വസിക്കുക. കമൻറ്റ് ബോക്സിലോ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നോക്കിയ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നൊരു ആഹ്വാനം ബൈബിൾ നമ്മോട് പറയുന്നു. സുവിശേഷത്തിൽ വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക. അപ്പോൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സ് തിരിക്കുക. ടോമസ് പറഞ്ഞ ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒരു മിനിറ്റ്, ഇടയ്ക്ക് കട്ടായത് റിമൂവ് ആവുന്നുണ്ടല്ലോ ടോമസ് പറയാം. അങ്ങനെ റിമൂവ് ആകുമ്പോൾ ഒന്ന് മെസ്സേജ് അയക്കണേ. ഓക്കെ, അപ്പോൾ മാനസാന്തരപ്പെടുക. അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് കോഹോസ്റ്റിൻ്റെ അകത്ത് റിമൂവ് ആയി പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ എന്നോട് പറയണം. കാര്യം കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ ഒന്ന് ലോഗിൻ ചെയ്യും. ഓക്കെ, കുഴപ്പമില്ല. അതിലും കൂടെ എനിക്കൊന്ന് കോഹോസ്റ്റ് ആക്കി തരണേ. ഓക്കെ, ഞാൻ ആക്കിയിട്ടുണ്ട്. ടോമസ് പറഞ്ഞത് തന്നെ ആക്കാൻ പറ്റുമേ. ഓക്കെ ശരി. അല്ല, ഇപ്പൊ ഇതിൽ വന്നിട്ടില്ല, ഇപ്പൊ കോഹോസ്റ്റ് അല്ല. ശരി. ഓക്കെ, അങ്ങനെ വിട്ടുപോകുമ്പം കോഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വിട്ടുപോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോ. ആമേൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഇതിനകത്ത് നമ്മൾ സത്യസുവിശേഷത്തിൻ്റെ ആ ഒരു ട്വിസ്റ്റ് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നോക്കിക്കേ, അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവർക്കും അത് ദൈവശക്തിയാകുന്നു. അപ്പം നിങ്ങൾ പറയുന്ന സുവിശേഷത്തിൻ്റെ അകത്ത് ഒരു വ്യക്തിയെ രക്ഷിക്കുവാനുള്ളൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഈ ശക്തിയുടെ പേരാണ് പുനരുദ്ധാനത്തിൻ്റെ ശക്തി. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ലൈവിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് ലിങ്ക് അവിടെയുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് സൂമിൽ പ്രവേശിക്കാമെന്നാണ്, പ്രാർത്ഥനയിൽ പങ്കുചേരാമെന്നാണ്. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് എന്തില്ല? ലജ്ജയില്ല. അടുത്ത വാക്യത്തിൽ പറഞ്ഞ് ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം. അപ്പം ഞാൻ ഈ ദിവസങ്ങളിൽ ഓർത്ത്, കർത്താവേ, ഈ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരിങ്ങനെ സുവിശേഷത്തിന് വേണ്ടി കൂടാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ആഗ്രഹിച്ചപ്പോൾ മനസ്സിൻ്റെ അകത്തൊരു നെഗറ്റീവ് ചിന്ത വരാൻ തുടങ്ങി. എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്? ആമേൻ. ദൈവം ജനത്തെ ഒരുക്കിയെടുക്കുകയാണ്. ദൈവത്തിന് ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകുവാൻ ദൈവത്തിന് ആളുകളെ ആവശ്യമുണ്ട്.
ദൈവത്തിന് ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം പറയുവാൻ പരിശുദ്ധാത്മാവിന് ആളുകളെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യാണ്? ദൈവം ആളുകളെ ഒരുക്കുകയാണ്. ദൈവം ആളുകളെ ഒരുക്കുന്നത് കൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രാപ്തരാകുകയാണ്. നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി കർത്താവിൽ പ്രാപ്തരാകുകയാണ്. അങ്ങനെ പ്രാപ്തരാകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രയോജനമുള്ളവരായി മാറുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യത്തിൽ നിങ്ങളെ പ്രയോജനപ്പെടുത്തും. നിങ്ങൾ എന്താ വിളിയെന്നറിയാവോ? നിങ്ങൾ അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നവരാണ്. നിങ്ങൾ അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുന്നവരാണ്. അതിനുവേണ്ടി ബൈബിൾ പറയുന്നു, നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കണം. ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗിക്കുവാൻ നോക്കിക്കേ, ഇവിടെ വചനം പറയുന്നു, മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു മാനസാന്തരം. സുവിശേഷത്തിൻ്റെ പ്രത്യേകത അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതാണ്. നോക്കിക്കേ, രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. അപ്പം നിങ്ങളൊരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞാൽ ആ വ്യക്തിയെ നിങ്ങൾ രക്ഷിക്കുകയാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാനൊരു സുവിശേഷം പറയുമ്പോൾ ഞാൻ ആ വ്യക്തിയെ രക്ഷിക്കുക എന്ന് പറ. ഞാൻ സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തിയെ രക്ഷിക്കുമ്പോൾ ഞാൻ ആ വ്യക്തിയെ സുവിശേഷം പറയും. ആമേൻ. അപ്പം എന്താണ് സുവിശേഷം ഒന്ന് പറ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് സുവിശേഷം? അനേകരെ രക്ഷിക്കുന്നതാണ് സുവിശേഷം. അല്ല, എന്താണ് സുവിശേഷം? നിങ്ങളോട് ഇപ്പൊ ചോദിക്കുക, ഒരാൾ ചോദിക്കുക. അപ്പൊ സുവിശേഷം എന്നാന്നുള്ളത് വെച്ച് ഒരു വ്യക്തിക്ക് വേണ്ടത്, ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും തന്നു കഴിഞ്ഞു. അപ്പം യേശുക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു. യേശുവിന്റെ ശാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. കർത്താവ് എൻ്റെ രോഗത്തിന് വേണ്ടി ക്രൂശിൽ വില കൊടുത്തു. കർത്താവ് എനിക്ക് നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയുള്ള സകല വിലയും ഭൂമിയിലും സ്വർഗത്തിലും ദൈവത്തിനും കൊടുത്തു. ഇത് ലോകത്തോട് പറയണം. തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയോട് പറയണം. എന്താ പറഞ്ഞറിയോ? നിന്റെ രക്ഷപ്പെടുക. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. ആമേൻ. അപ്പൊ ദൈവശക്തിയെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തുറക്കുവാൻ സുവിശേഷം പറഞ്ഞാൽ മതി. നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയോട് പറയുകയാണ്, സഹോദര, കർത്താവിൽ വിശ്വസിക്കും, നിന്റെ ജീവിതം ലൈഫ് ഭയങ്കര അനുഗ്രഹമായി തീരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവശക്തിയെ തുറന്നു വിടുകയാണ്. അയാൾ രക്ഷപ്പെടും, അയാൾ മാനസാന്തരപ്പെടും. സുവിശേഷം പറയുമ്പോൾ മാനസാന്തരം ഉണ്ടാകുന്നതാണ്. ആമേൻ. ഒരു വ്യക്തിയുടെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ വീടിൻ്റെ അകത്ത് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വചനത്തിനൊരു പ്രവൃത്തിയുണ്ട്. ദൈവവചനത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ ചെയ്യണ്ട, ദൈവവചനം ചെയ്തോളും. ഇവിടെ നോക്കിക്കേ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അപ്പൊ സുവിശേഷം പൗലോസ് പ്രസംഗിക്കുമ്പോൾ അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ആമേൻ. ഇനി നോക്കിക്കേ, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, 1 കൊരിന്ത്യർ 18, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാകുന്നു. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത്, ഞാൻ ഇന്നാൾ പറഞ്ഞ സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഇപ്പം നമ്മൾ പറയത്തില്ല, പലപ്പോഴും നമ്മൾ പൊതുവെ കണ്ടിരിക്കുന്നത്, നമ്മൾ പലപ്പോഴും പ്രസംഗം കേട്ടിരിക്കുന്നത്, നമ്മൾ കർത്താവ് ഉദാഹരണമായിട്ട് പറയുക, നിങ്ങൾ കാലം തികഞ്ഞിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, കാലം തികഞ്ഞിരിക്കും, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നിങ്ങനെ ആൾക്കാർ പ്രസംഗിക്കും അല്ലേ. എന്നാൽ അത് മാത്രമല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം വരാൻ കാരണം പാപമാണ്. യേശു ഭൂമിയിൽ ജനിക്കുവാൻ കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, മനുഷ്യനെ നിങ്ങളുടെ പാപത്തിൽ നിന്നും രക്ഷിക്കേണ്ടതിന് യേശു ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. അപ്പൊ പാപമാണ് യേശുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. പാപമുള്ളത് കൊണ്ടാണ് യേശു ഭൂമിയിൽ ജനിക്കേണ്ടി വന്നത്. പാപമുള്ളത് കൊണ്ടാണ് യേശു മനുഷ്യപുത്രനായി ഇറങ്ങി വന്നത്. പാപമുള്ളത് കൊണ്ടാണ് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, പാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ. അപ്പം നമ്മുടെ ചിന്തയിൽ പാപം എന്ന് പറയുന്നത് എന്തുവാ? എന്താ നിങ്ങളുടെ ചിന്തയിൽ പാപം എന്ന് പറഞ്ഞാൽ എന്താ പാപം? പാപം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് കൊടുത്തേക്കുന്ന എബ്രായർ പദം ഇതാണ്, മിസ് ദ മാർക്ക്. നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു.
അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവർ ആയിത്തീർന്നിരിക്കുന്നു, ഇടയില്ലാത്ത ആടുകളെ പോലെ. റൂട്ട് മാറിപ്പോയിരിക്കുന്നു. ആ റൂട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നതാണ് സുവിശേഷം. അതുകൊണ്ടാണ് നിന്റെ രക്ഷയാൽ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങൾ യഥാസ്ഥാനപ്പെടുവാണ്. വഴിതെറ്റിപ്പോയവരെല്ലാം നേരെ വരുക എങ്ങോട്ട്? ദൈവത്തിലേക്ക്. അപ്പൊ നിങ്ങളിപ്പോൾ പോകുന്ന വഴി രോഗമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വഴിയല്ല. നിങ്ങൾ പോകുന്ന വഴിയിൽ ഇപ്പോൾ ബ്രദർ എനിക്ക് വലിയ എന്തോ ശാപം എനിക്കുണ്ട്, ഇത് ദൈവത്തിൻ്റെ വഴിയിലല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? സുവിശേഷത്തിലേക്ക് വിശ്വസിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? സുവിശേഷത്തിൻ്റെ അകത്ത് നിങ്ങൾ നോക്കി, ഇനി ആ വാക്യം പറഞ്ഞാൽ പദ്ധതിയിലേക്ക് വരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്രൂശിൻ്റെ വചനം. എന്താ ക്രൂശിൻ്റെ വചനം? ക്രൂശ് ഒരു സിമ്പലാണ്, ഒരു സൈനാണ്. കുരിശെന്ന് പറയുന്നത് ഒരു അടയാളമാണ്. എന്താണ് അടയാളം? യേശു ക്രിസ്തുവിലെ ബൈബിൾ പറഞ്ഞു, അവങ്കലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതരായി അവർ ലജ്ജിച്ചു പോയില്ല. അപ്പൊ ക്രൂശ് 18 വാക്യം, 1 കൊരിന്ത്യർ 18 വാക്യമാണ്. അപ്പൊ ക്രൂശിന്റെ വചനം എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക്, ഒരു സൈൻ മാർക്കാണത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വഴിതെറ്റി ഏദെൻ തോട്ടത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്നു മാറിപ്പോയ ജനത്തെ തിരിച്ചു വരുവാനുള്ള ഒരു സിമ്പലാണ് ക്രോസ്. ഇതുകൊണ്ടാണ് പഴയ നിയമത്തിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ മരുഭൂമിയിൽ വെച്ച് സർപ്പം കടിച്ചു. ഉടനെ മോശ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അവിടെ നടുവിൽ നിർത്തി. പാമ്പിൻ്റെ കടി ഏൽക്കുന്നവർ ഉടനെ ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ ഉടനെ എന്ത് സംഭവിക്കും? അവർ മരണത്തിൽ നിന്നും ജീവനിലേക്ക് വരും. എന്നാൽ പിന്നീട് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നറിയോ? ഈ പിച്ചള സർപ്പത്തെ ആരാധിക്കാൻ തുടങ്ങി. നമുക്കറിയാം പഴയ നിയമ പുസ്തകത്തിൻ്റെ അകത്ത് പിന്നീട് ആ പിച്ചള സർപ്പത്തെ നശിപ്പിച്ച് കളയുന്നുണ്ട്. കാരണം മനുഷ്യൻ തന്നെ വിഗ്രഹമാക്കി. ഇതൊരു മുൻകുറിയാണെന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. യേശു പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെടുമ്പോൾ സകലരും എങ്കലേക്ക് ആകർഷിക്കപ്പെടും. ആരാ ആകർഷിക്കപ്പെടുന്നത്? വഴിതെറ്റി മിസ്തമാർക്കായി പോയവര്. അതായത് നിങ്ങളുടെ ആ ഒരു മിസ്സായിപ്പോയിട്ടുള്ള മാർക്ക് യഥാസ്ഥാനപ്പെടുത്തുവാനാണ് സുവിശേഷം പറയുന്നത്. അപ്പം നിങ്ങൾ യേശുവിനെ പറ്റി പറയുമ്പോൾ അപ്പോൾ ചോദ്യം, ബ്രദറെ, യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് സുവിശേഷം പറയുമ്പോൾ യഥാസ്ഥാനപ്പെടുത്തുന്നത്? യേശുവിൻ്റെ വചനം പറയുമ്പോൾ ദൈവശക്തി നിങ്ങളെ അങ്ങോട്ട് അടുപ്പിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനിലേക്ക് വരത്തില്ല. സുവിശേഷം പറയുമ്പോൾ ആകർഷണമുണ്ടാകുന്നു. ആമേൻ. നിങ്ങൾ യേശുവിനെ പറ്റി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറയാൻ തുടങ്ങിയാൽ അവിടെ ദൈവശക്തി ഇങ്ങനെ വലിച്ചടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം, അത് കർത്താവിൻ്റെ കൃപയാൽ നമ്മളിപ്പം നമ്മൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കിപ്പം ഈസ്റ്റ് ഹാമിൽ അതൊരു വലിയൊരു സാക്ഷ്യമായിട്ട് തന്നെ ഞാൻ പറയുക. ഈ ഈസ്റ്റ് ഹാമിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ലണ്ടനിൽ ഒരു പ്രാർത്ഥന വെക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കണക്ഷനുകളും പൊതുവെ ഇല്ല, ഒരു കണക്ഷനും ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ UK ഷീബ സിസ്റ്റർ സൂമി കൂടിക്കൊണ്ടിരുന്ന സിസ്റ്ററുടെ ഉള്ളത്തിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ പറയാതെ തുറന്നു, ബ്രദറിനെ പോയി പെട്ടെന്ന് കണ്ടോ, എന്തോ വലിയൊരു കാര്യം ബ്രദറിൻ്റെ ജീവിതത്തിൽ സുവിശേഷ നിമിത്തം ഇങ്ങനെ സൗകര്യം പറഞ്ഞൊരു വാക്ക്, ബ്രദർ വൈറലാകാൻ പോവാന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം മനസ്സിലായില്ല. എന്നോട് ആദ്യം വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഞാൻ ആദ്യമായിട്ടാണ് സൂമി കേൾക്കുന്നുണ്ടെങ്കിലും നേരിട്ട് വരുന്ന ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വാക്ക് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം അത് മനസ്സിലായില്ല. അപ്പം നമ്മൾ സാധാരണ വൈറലാകുമെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ല നാട്ടിൽ, പ്രത്യേകിച്ച് അങ്ങനെ പറയുമ്പോൾ. വൈറലാകുമെന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഒരു എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നൊരു അർത്ഥമാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓർത്ത്, കർത്താവ് എന്തുവാ പരിപാടി ഒന്നും അറിയത്തില്ല. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അവിടെ ഒരു പ്രാർത്ഥന നമുക്കവിടെ ക്രമീകരിക്കണം. അപ്പോൾ യേശുവിനെ അറിയാത്ത, അല്ലെങ്കിൽ നമ്മൾ സാധാരണ മലയാളികളുടെ മാത്രമേ പൊതുവെ സുവിശേഷം പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? മലയാളികളുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും നാനാ ഭാഷക്കാർ മലയാളികളുണ്ടായിരുന്നു. നമ്മൾ സഹോദരന്മാരെല്ലാം സൂമിൽ കൂടുന്നവർ വന്നിരുന്നു. എങ്കിലും പല ഭാഷക്കാർ അവിടെ വരുവാൻ ഇടയായി തീർന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ അവരൊരു വേറെ രാജ്യക്കാരിയാണ്, ഇന്ത്യക്കാരിയല്ല. എന്നോട് പറഞ്ഞു, ബ്രദറെ നമുക്ക് ഒരുമിച്ച് സുവിശേഷവുമായിട്ട് മുന്നോട്ട് പോകുവാൻ ആ മകളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം ഒരു തോന്നൽ കൊടുക്കുക, ഞാൻ നിർബന്ധിച്ചതല്ല. നോക്കിക്കേ, ഇതാണ് ആകർഷണം. നിങ്ങൾ സുവിശേഷം പറയാൻ തുടങ്ങിയാൽ നിങ്ങളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുവാൻ തുടങ്ങും. തകർന്ന ഭവനങ്ങൾ, തകർന്ന വ്യക്തികൾ യേശുവിലേക്ക് വരുവാൻ നിങ്ങളൊരു കാന്തമായി മാറും. അയ്യോ ബ്രദറെ, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ആ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. യേശുവിൻ്റെ സുവിശേഷം പറയാൻ തുടങ്ങിയാൽ നിങ്ങളൊരു കാന്തമായി മാറും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഞാനൊരു കാന്തമായിട്ട് മാറുമെന്ന് പറ.
അപ്പൊ ഞാൻ എന്താ പ്രസംഗിക്കേണ്ടത്? ക്രൂശിന്റെ വചനമാണ് പ്രസംഗിക്കേണ്ടത്, അതും ഇതുമല്ല പറയേണ്ടത്. അപ്പൊ എന്താ ക്രൂശിന്റെ വചനം? ഒന്നാമത്തെ കാര്യം, യേശു നിങ്ങളുടെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു. ഇത് പറഞ്ഞ ആൾക്കാർ ഫുൾ സ്റ്റോപ്പ് ഇടും. മാനസാന്തരപ്പെടുക, അതല്ല, ഫുൾ സ്റ്റോപ്പ് ഇടരുത്. അടുത്ത സ്റ്റെപ്പ്, യേശു നിങ്ങളുടെ ശാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു. ഗലാത്യർ 3:13. എന്താണ് ശാപം എന്ന് പറഞ്ഞു കൊടുക്കണം. ശാപം എന്നാന്നറിയാവോ? ആവർത്തന പുസ്തകം 29 പറയുന്നു, കുരുടനായൊരു മനുഷ്യൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ തപ്പി. നീ പീഡിതനായിരിക്കും, എപ്പോഴും നീ ബന്ധിക്കപ്പെട്ടവനായിരിക്കും, നിന്റെ ജീവിതത്തിൽ പോകുന്നിടത്തൊന്നും ഒരു ഗുണമുണ്ടാകത്തില്ല. ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? കേട്ടെ, നിങ്ങൾക്ക് ശാപമുണ്ട്. ഇനി എന്നാ പോം വഴി? യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്ക്. അപ്പൊ ആ വ്യക്തി ഓടി എന്നിട്ട് പറയാം, യേശു എൻ്റെ കർത്താവാന്ന് വിശ്വസിക്കുന്നു. ഉടനെ നിങ്ങൾ പറഞ്ഞു, ബ്രദറെ എവിടെയാ ശക്തി? ഒന്നും ചെയ്യണ്ട. ആ വചനം ആ വ്യക്തി ഏറ്റു പറയുമ്പോൾ തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നറിയാവോ? രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി വെളിപ്പെടുവോടെ. ഉടനെ എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങൾ പറഞ്ഞ വചനത്തിലൂടെ വ്യാപരിച്ച ദൈവശക്തി ആ വ്യക്തിയുടെ ശാപത്തെ തകർക്കും. നിർത്തരുത്. അടുത്തത്, യേശു എന്തിനാ ക്രൂശിൽ മരിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിൽ നിന്ന് അകന്ന് വഴി മാറിപ്പോയപ്പോൾ രോഗം നിങ്ങളിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യേശുവിലേക്ക് വന്നാൽ എന്ത് ലഭിക്കും എന്ന് പറ. രോഗം വന്നത് ദൈവത്തിൽ നിന്ന് മാറിപ്പോയതിട്ടാണെങ്കിൽ അപ്പൊ ഇന്ന് നിങ്ങൾ രോഗികളായി ഭാരപ്പെടുന്നവർ പറയണം, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഞാൻ രോഗത്തിന് അടിമയല്ല. ചിലപ്പോൾ ശരീരത്തിൽ രോഗം കണ്ടേക്കാം, രോഗത്തിന്റെ വേദന അവിടെ ഉണ്ടായേക്കാം, ഏതെങ്കിലുമൊക്കെ വലിയ വിഷയത്തിന്റെ അകത്തായിരിക്കാം. പക്ഷെ നിങ്ങൾ വചനം പറയുമ്പോൾ ദൈവശക്തി വ്യാപരിക്കും. ഈ ശക്തി നിങ്ങളെ ദൈവത്തിലേക്ക് വലിച്ചടിപ്പിക്കും, സൗഖ്യത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്നതാണ് ദൈവശക്തി. അപ്പൊ സുവിശേഷം പറയുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് പറയണം. അതുകൊണ്ടാണ് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പ്രസംഗം നോക്കിയേ. എന്തുകൊണ്ടായിരിക്കും യേശുക്രിസ്തു പ്രസംഗിച്ചോടത്തെല്ലാം ഈ രോഗികൾ വരാൻ കാരണം? ഒന്ന് പറ, എന്തുകൊണ്ടായിരിക്കും? ഇനി ചോദ്യം, അപ്പൊ യേശു സുവിശേഷം മാത്രം നിങ്ങൾ യേശുവിലേക്ക് വാ, ഇനി എങ്കിലേക്ക് വാ, നിങ്ങളുടെ പാപം മോചിപ്പിക്കാം യേശു മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും രോഗി വരുമായിരുന്നോ? പറ. ഇല്ല. അപ്പൊ യേശു ക്രിസ്തു എന്ത് പ്രസംഗിച്ചിട്ടുണ്ട്? അത്ഭുതം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം ഇത് നോക്കിക്കേ. അപ്പൊ പാപമോചനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ചോദിച്ചു, കർത്താവേ വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണോ? യേശുവിന്റെ മറുപടി എന്നാന്ന് ആർക്കെങ്കിലും ഓർമ്മ? നമ്മൾ എടുത്തിട്ടുള്ള വാക്യം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യേശു പറഞ്ഞ മറുപടി എന്താണ്? ഏതാ വാക്യം? ഏതാ? മത്തായി 11 ആയത്തെ വാക്യങ്ങളാണ്. 11-ാം അധ്യായത്തിലെ ആയത്തെ നോക്കിക്കേ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം നോക്കിയേ. അപ്പം യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞു വിടുവാണ്. എന്നാ പറഞ്ഞു വിടുന്നത്? പോയി പറയുക യോഹന്നാനോട്, മുടന്തൻ തുള്ളുന്നു, ചെകിടൻ കേൾക്കുന്നു, ഊമൻ സംസാരിക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. ആമേൻ. സൗഖ്യമാകുന്നു. ലൂക്കോസിലാണ് വരുന്നത്. എനിക്ക് ലൂക്കോസിന്റെ 7:22 അല്ലേ? യോഹന്നാനോട് ആ വാക്യവാ. യോഹന്നാനോട് പോയി എന്ത് ചെയ്യണം? പറയണം. യോഹന്നാനോട് പോയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പറയണം. ഈ യോഹന്നാൻ പറയുന്നു, ആ പുരുഷന്മാർ ഉണ്ടെങ്കിലും വന്ന് കർത്താവേ വരുവാനുള്ളത് നീയോ? നോക്കിക്കേ, വരുവാനുള്ളത് നീയോ? ഞങ്ങൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് ചോദിച്ചു. യേശുവിന്റെ മറുപടി നോക്കിക്കേ. യേശുവിന്റെ മറുപടി പറയുക, ആ നാഴികയിൽ യേശു പറയാം, വ്യാധികളും ദണ്ഡനകളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട് പറയുക, കുരുടൻ കാണുന്നു, മുടന്തൻ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധമാകുന്നു, ചെകിടൻ കേൾക്കുന്നു, മരിച്ചതുയർക്കുന്നു, ദരിദ്രന്മാർ സുവിശേഷം പ്രസംഗിക്കുന്നു. നോക്കിക്കേ, എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാൻ അറിയിക്കണം. അപ്പൊ നിങ്ങൾ പോയിട്ട് പറയുക, ബ്രദറെ മാനസാന്തരപ്പെട്ട്. ഓക്കെ, മത്തായിലോ വാക്യമുണ്ടല്ലേ? മത്തായി 4 ഉണ്ടല്ലേ? ഓക്കെ, സോറി, മത്തായിലോ വാക്യമുണ്ട് വരുവാനുള്ളവൻ. ഓക്കെ, മത്തായി 11:3-4. ഓക്കെ, മത്തായി 11:3-4 ഉണ്ട്, ലൂക്കോസിലും ഉണ്ട്. ഞാൻ ആദ്യം ഒന്നാ നോക്കിയത്, സോറി, എനിക്ക് മാറിപ്പോയതാ. അവിടെ നോക്കിക്കേ, വരുവാനുള്ളവൻ നീയോ? ഞങ്ങൾ അപ്പൊ പറയണം. യേശുവിന്റെ മറുപടി നോക്കിക്കേ. അപ്പൊ സുവിശേഷം എന്ന് നിങ്ങളോട് പറയുന്നത് ഇതെല്ലാം ചേർന്നതാ. സുവിശേഷം പറയണം, മുടന്തനോട് പറയണം, യേശു നിനക്ക് വേണ്ടിയാ മരിച്ചത്. ഇത് പറയുമ്പോൾ അകത്ത് മാനസാന്തരം ഉണ്ടാകും, മനം തിരിയും. ആ വ്യക്തി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തിരിയുന്നതാണ് മാനസാന്തരം. അപ്പൊ മനം തിരിയാന്നതിന്റെ അർത്ഥം എന്തുവാ? സുവിശേഷത്തെ വിശ്വസിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് വരുവാണ്.
അല്ലാതെ പാപം ചെയ്യുന്ന വ്യക്തി പെട്ടെന്ന് പാപം നിർത്തി യേശുവിലേക്ക് ഓടി വരുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് അറിയോ? പരിശുദ്ധാത്മാവ് വ്യക്തിയുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്നു, മനത്തെ തിരിക്കുന്നു, പുതിയൊരു ഹൃദയം കൊടുക്കുന്നു. അതാണ് മാനസാന്തരം. ആമേൻ. അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി എന്തുവാ? ഇത് പ്രസംഗിക്കണം. ഇത് പ്രസംഗിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങൾ ഇനി മുകളിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ വീടിൻ്റെ അകത്തുനിന്ന് ഞാൻ ആദ്യം സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയത് എവിടെയാണെന്നറിയാവോ? എൻ്റെ വീടിൻ്റെ അകത്തിരുന്നുകൊണ്ട് ഞാൻ മുറിക്കാതിരുന്ന് പറയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങിയത് വെറുതെ വഴി പോയതൊരു ചെടികളോടും ഇങ്ങനെ നമുക്ക് അറിയത്തില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ലോ, ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ പ്രസംഗിക്കാൻ ചിലപ്പോൾ തുടങ്ങുന്ന സമയത്ത് എന്നാണെന്നറിയാവോ? ദൈവം ആകർഷിക്കപ്പെടും, ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. കുഷ്ഠരോഗികളും മുടന്തനും ചെകിടനും രോഗികളും ഒക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ പറയുന്നത് യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് മാത്രമാണെങ്കിൽ അവിടെ എന്ത് കാണാൻ കഴിയത്തില്ല? ഒരു വിടുതലിലേക്ക് കൊണ്ടുപോകുന്ന ശുശ്രൂഷ കാണണമെങ്കിൽ എന്താണോ യേശു ചെയ്തത് വിളിച്ചു പറയണം. യേശു പാപമോചനം ചെയ്തു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാതെ ബ്രാക്കറ്റ് ഇടണം. എന്താണ് പാപമോചനം? ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും. നോക്കിക്കേ, യോഹന്നാന്റെ ശിഷ്യന്മാർ പറയുകയാണ്, എന്നാ പറയുന്നത്? കുരുടൻ കാണുന്നു, മുടന്തൻ നടക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് നടക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന കാലുവേദനയാണ്, മുട്ടുവേദനയാണ്, ചലനമില്ല, ബ്രദറെ ഞാനിപ്പോൾ വീൽ ചെയറിലാണ്, സ്ട്രെച്ചറിലാണ്, കോമയിലാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കേട്ടേ, സുവിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് മിസ്ത മാർക്കിലാണ്. തിരിച്ചു വാ. എങ്ങനെയാ വരുന്നത്? വിളിച്ചു പറ, യേശു ഞാൻ നടക്കാൻ വേണ്ടിയുള്ള വില ക്രൂശിൽ കൊടുത്തു. എൻ്റെ കൂടെ പറഞ്ഞ്, യേശു ഞാൻ നടക്കാൻ വേണ്ടിയുള്ള വില യേശു ക്രൂശിൽ കൊടുത്തു എന്ന് പറ. അപ്പൊ നിങ്ങൾ സ്വയം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? സുവിശേഷം എവിടെ പറയുന്നുണ്ടോ അവിടെ ശക്തി വ്യാപരിക്കും. ഇതാണ് പൗലോസ് പറഞ്ഞത്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയൊന്നുമില്ല. എന്തിനാ ഞാൻ ലജ്ജിക്കുന്നത്? ഇത് ഞാൻ പറയാൻ തുടങ്ങിയാൽ തകർന്ന ഭവനങ്ങൾ വിടുവിക്കപ്പെടും. ഇത് ഞാൻ പറയാൻ തുടങ്ങിയാൽ പാപികൾ മാനസാന്തരപ്പെടും. ഇത് ഞാൻ പറയാൻ തുടങ്ങിയാൽ മുടന്തൻ എണീറ്റ് വരും. ഇത് ഞാൻ പറയാൻ തുടങ്ങിയാൽ കാഴ്ചയില്ലാത്തവൻ കാഴ്ച വരും. ഇത് ഞാൻ പറയാൻ തുടങ്ങിയാൽ ഊമർ സംസാരിക്കും. ഇത് ഞാൻ പറയാൻ തുടങ്ങിയാൽ ഇത് മരിച്ചതിനെ ഉയർപ്പിക്കുന്നതാണ്. കണ്ടോ? അപ്പം നിങ്ങൾ ഇതെല്ലാം ചേർത്ത് പറയണം. രോഗികളെ കാണുമ്പോൾ മനസ്സിലാക്കിക്കോണേ, ആ രോഗി ഇതുവരെയായിട്ടും യേശുവിൻ്റെ സുവിശേഷം അറിഞ്ഞിട്ടില്ല. കണ്ടോ? ഇത് പോയി പുറപ്പെട്ട് അറിയിക്കാൻ വേണ്ടിയാണ്. നോക്കിക്കേ, ഇത് അറിയിക്കാൻ വേണ്ടിയാണ് 15-ാം വാക്യത്തിൽ പറഞ്ഞത്. 16-15 പറയുന്ന മർക്കോസ്, പിന്നെ നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി. അപ്പം രോഗിയെ കാണുമ്പോൾ എന്നാ പറയേണ്ടത്? നിങ്ങൾ പറ. രോഗിയെ കാണുമ്പോൾ എന്നാ പറയണം? നോക്കിക്കേ, അപ്പൊ ഈ വ്യക്തി രോഗിയെ കാണുമ്പോൾ, ഇതിന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോണേ. നിങ്ങൾ രോഗിയെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്, അയ്യോ ഈ വ്യക്തി സൗഖ്യമാകാൻ വേണ്ടി അല്ലേ ക്രൂശിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? പാപം നിമിത്തം അവൻ രോഗിയായിരിക്കുന്നത്. ആണോ അല്ലയോ? പാപമല്ലേ രോഗിയെ ദൈവം ഏദൻ തോട്ടത്തിൽ രോഗിയാക്കിയില്ല. ഏദൻ തോട്ടത്തിൽ ക്യാൻസർ ഇല്ല, ഏദൻ തോട്ടത്തിൽ മുട്ടുവേദനയില്ല, കാലുവേദനയില്ല, ട്യൂമർ ഇല്ല, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, പാപമില്ല, ശാപമില്ല, കട്ടതയില്ല, ദുരിതമില്ല, ദാരിദ്ര്യമില്ല, എല്ലാ സമൃദ്ധി അവിടെയുണ്ട്. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോയപ്പോൾ ബൈബിൾ പറയുന്നു, നിന്റെ രക്ഷയാൽ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഇവർ രക്ഷ ഭൂമിയിൽ വന്നു. പക്ഷെ നമ്മളിപ്പോഴും കിടക്കുന്നത് എവിടെയാണെന്നറിയാവോ? സങ്കീർത്തനക്കാരൻ്റെ കൂടെയാ. അവിടെ കിടക്കുക നമ്മളിപ്പോഴും. ചാടി പുറത്തു വാ. നിങ്ങൾ പറയണം, ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പോൾ ഒരു വ്യക്തി രോഗിയെ കാണുമ്പം അവൻ്റെ അകത്ത് സുവിശേഷത്തിൻ്റെ സാധ്യതയെ വെളിപ്പെടുത്തണം. സഹോദര, ഈ രോഗം യേശു വഹിച്ചു തുടങ്ങി. ആ വ്യക്തി പറയും, യേശു എൻ്റെ രോഗത്തെ വഹിച്ചോ? എപ്പം? കണ്ടോ? അതിൻ്റെ അർത്ഥം അവൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഈ സമയം വരെ മാനസാന്തരം കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യും? പറ. ആ വ്യക്തി പറയുക, ഇതെനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ പറയുന്നത്, എന്തുവാ പോഷത്വമാണ് പറയുന്നത്? നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? കർത്താവ് നമ്മുടെ പാപം, ശാപം, നമ്മൾക്ക് വേണ്ടിയാണ് പാപികളായ. നോക്കിക്കേ, ഇനി ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്കിത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചും കൂടെ മുമ്പോട്ട് പോവാം. ലൂക്കോസിൻ്റെ സുവിശേഷം നോക്കിക്കേ, 10-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഈ പ്രയർ സ്റ്റേഷൻ ആരംഭിക്കാനുള്ളൊരു കാരണം തന്നെ ദൈവാത്മാവിൻ്റെ നിയോഗം. ലൂക്കോസ് 10-ൽ അങ്ങനെ കർത്താവ് 2 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും ഓരോ സ്ഥലത്തേക്കും അവരെ 2 അയച്ചു.
അപ്പോൾ നിങ്ങൾ ഈ പ്രയർ സ്റ്റേഷനുമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നിങ്ങളെ ദൈവം ആ പട്ടണത്തിലാക്കി വെക്കുക കേട്ടോ. എത്ര ശ്രേഷ്ഠകരമായ പദവി. അയ്യോ ബ്രദറെ, ഞങ്ങൾ വേറെ സഭക്കാരാ. പലരും പറയും ഞങ്ങൾ കൂടുന്ന സഭ വേറെ. എൻ്റെ പ്രിയരെ, യേശു ഏത് സഭക്കാരാ? പൗലോസ് ഏത് സഭക്കാരനാ? പത്രോസ് ഏത് സഭക്കാരനാ? അങ്ങനെ ഏത് സഭയെന്നൊന്നുമില്ല. ഒറ്റ സഭയുള്ളൂ, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം നിങ്ങൾ. ഞാൻ ഒരു സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ല. ഞാൻ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി, ലോക സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ഏതെങ്കിലും സഭ വളരാൻ വേണ്ടി പ്രവർത്തിക്കുകയല്ല. യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ വളരണം. അനേക തകർന്നവർ ഈ ഭൂമിയിൽ നശിച്ചു പോകുമ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ കർത്താവിന് ആളുകളെ വേണം പ്രിയരെ. അതിലേക്ക് വരുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയും, കർത്താവ് എന്നെ ഭാഗ്യമാണ് കിട്ടിയത്. അങ്ങയുടെ സുവിശേഷം ലോകത്തോട് അറിയിക്കാൻ കിട്ടിയ ഭാഗ്യം. നോക്കിക്കേ, അപ്പം ഈ പട്ടണത്തിൽ 2 അയച്ചു. എന്നിട്ട് നോക്കിക്കേ, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. നോക്കിക്കേ, അടുത്ത വാക്യത്തിൽ ഞാൻ ഈ വാക്യം എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ വീട്ടിൽ ചെന്നിട്ടും ഒരു തകർന്ന വ്യക്തിയെ കാണുമ്പോൾ, രോഗം മാത്രമല്ല, ഒരു വ്യക്തി ഇപ്പോൾ ആത്മഹത്യ വാക്കി നിൽക്കുക, സുവിശേഷം പറയണം. മോനെ, യേശു നിനക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. ഇനിയിപ്പോൾ ആ വ്യക്തി, ബ്രദറെ നോക്കിക്കേ, ഇനി ഒരു വീട്ടിൽ ചെന്നാൽ ഒരു സമാധാന പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു വ്യക്തി പറയുക, എന്നാൽ സഹോദരി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. ഇതാണ് മാനസാന്തരം. ആ വ്യക്തി നിങ്ങൾ പറയുന്നതുമായിട്ട് അംഗീകരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ തൊട്ടതിൻ്റെ റിസൾട്ടാണ് ആ വ്യക്തി തിരിച്ചു പറയുന്നത്, സഹോദര എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, സഹോദരി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അയാൾ കേട്ടതല്ല, പകരം നിങ്ങൾ പറഞ്ഞതിനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് വ്യക്തിക്കൊരു മാനസാന്തരം കൊടുത്തു. കണ്ടോ? ഇനി ബ്രദറെ, ഞാൻ അവിടെ സുവിശേഷം പറഞ്ഞു, ആ വ്യക്തി കൈക്കൊണ്ടില്ല, എന്നെ എതിർത്തു, അവരെൻ്റെ നോട്ടീസൊക്കെ വലിച്ചു കീറി ഞങ്ങളെ ഓടിച്ചു. നോക്കിക്കേ, ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവിടെ നിങ്ങളെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ, കണ്ടോ, നിങ്ങൾ അവിടെ ചെന്നിട്ട് സുവിശേഷം പറയുക, യേശു നിനക്ക് വേണ്ടിയാണ് സഹോദര മരിച്ചത്, ഇതിൻ്റെ രോഗത്തിന് വേണ്ടി യേശു മരിച്ചത്, പക്ഷേ പുള്ളി അംഗീകരിക്കുന്നില്ല. ഉടനെ എന്ത് ചെയ്യണം? ബൈബിൾ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഭക്ഷിപ്പിൻ, അതിലെ രോഗികളെ സൗഖ്യമാക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നവരോട് പറയുവിൻ. ഇത് കൈക്കൊള്ളുന്നതിനെ പറ്റി കേട്ടോ. കൈക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിലെ രോഗികളെ സൗഖ്യമാക്കണം. കണ്ടോ? അപ്പം നിങ്ങളുടെ മേൽ എന്തുണ്ട്? ആ രോഗികളെ സൗഖ്യമാക്കുവാനുള്ള കഴിവുണ്ട്. അതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. സുവിശേഷം പറയുന്ന വ്യക്തിയുടെ മേൽ ശക്തിയുണ്ട്. നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കാൻ പറ്റും. ബ്രദറെ, അതിനുവേണ്ടി ഞാൻ എത്ര ദിവസം ഉപവാസം ഇരിക്കണം? വേണ്ട. ആ രോഗസൗഖ്യം കിട്ടാൻ വേണ്ടി ബ്രദറെ ഞാൻ എന്നെ നിൽക്കണം, തലകുത്തി നിൽക്കണം? വേണ്ട. പകരം സുവിശേഷം പറഞ്ഞാൽ മതി. എന്താ സുവിശേഷം? സിമ്പിളാണ്. യേശു നിന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. ശാപമാണ് നിന്റെ ജീവിതത്തിൽ ഗതി പിടിക്കാതെ നടക്കുന്നത്. അത് ഇന്ന് മുതൽ വിശ്വസിക്കാൻ പറ്റുമോ? ഏറ്റു പറയാൻ പറ്റുമോ? യേശു എൻ്റെ ശാപത്തെ വഹിച്ചു. 2, ഈ രോഗം എങ്ങനെ വന്നെന്നറിയാവോ? പാപനിമിത്തമാണ്. ഇന്ന് മുതൽ പറ, യേശു എൻ്റെ പാപത്തെ മാറ്റിയെങ്കിൽ ഇനി രോഗമേ നീ എന്തിനാ കയറിയിരിക്കുന്നത്? ഇറങ്ങിപ്പോ യേശുവിൻ്റെ നാമത്തിൽ. ഇത് നിങ്ങളുടെ ശരീരത്തോട് പറയണം. ആമേൻ. ഇനി കേട്ടോണം, ഞാൻ തിരിച്ചു വരാവേ. ഇനി ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ അതിൻ്റെ അതിരുകളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളെ കാലിന് പറ്റിയ പൊടിയും നിങ്ങൾക്ക് കുടഞ്ഞിട്ട് പോകുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. ആരെങ്കിലും കൈക്കൊള്ളാതിരുന്നാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ണൂർ പട്ടണത്തിൽ വന്നിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ കണ്ണൂർ ഏപ്രിൽ മാസത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഏപ്രിൽ മാസത്തിൽ കണ്ണൂർ വരുന്നതിന് മുമ്പ് തന്നെ കണ്ണൂരിലുള്ള ജനങ്ങൾ നമ്മുടെ പ്രയർ സ്റ്റേഷൻ്റെ നിയോഗവുമായിട്ട് കൈക്കൊണ്ട്, കണ്ടോ ബ്രദറെ ഞങ്ങൾ പ്രാർത്ഥനയെ കൂടാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിനെ നിയോഗത്തെ കൈക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കാരണം അറിയാം, ആരാണോ ആ നിയോഗം ഏറ്റെടുത്തത് ആ വ്യക്തികളുടെ മേൽ എന്തുണ്ടാകുമെന്നറിയാവോ? ദൈവരാജ്യത്തിൻ്റെ കൃപകൾ വെളിപ്പെടും. ഇനി ഒരു വ്യക്തി നിങ്ങളെ കൈക്കൊള്ളുന്നില്ല, നിങ്ങൾ പറയുക സഹോദര യേശു നിൻ്റെ രോഗത്തിനുണ്ട്, അപ്പോൾ നിങ്ങളെ കളിയാക്കുക, ഇതിൽ നിങ്ങൾക്ക് ഭ്രാന്താണ്, വേറെ പണിയൊന്നുമില്ലേ എന്ന് പറയുന്നുവെങ്കിൽ സങ്കടപ്പെടരുതേ. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ കാലിൻ്റെ പൊടി അവിടെ തട്ടിക്കളയുക. എന്നിട്ട് പറയണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അവനെ കേൾക്കണം. നാളെ അവൻ പറയരുത് എന്നോട് ആരും വന്ന്, പണ്ട് ധനവാൻ പോയി നരകത്തിൽ കിടന്നില്ലേ, കർത്താവേ ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് ആരും പറയരുത്. നിങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം. അപ്പോൾ ചെയ്യണം. നിങ്ങൾ 10 പേരോട് പറഞ്ഞാൽ ചിലപ്പോൾ 2 പേരെ പറയത്തുള്ളൂ, സഹോദരി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. ബാക്കി 8 പേര് നിങ്ങളെ എതിർക്കും. ഉടനെ ബ്രദറെ ഭയങ്കര എതിർപ്പാന്ന് പറയരുത്. ആ 8 പേരെ അല്ല ദൈവം നിങ്ങളുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ 2 പേരായിരിക്കും. കണ്ടോ? എന്നാൽ 8 പേരോട് അങ്ങനെ പറയാതിരുന്നാൽ പോരാ. അല്ല, നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം. നാളെ അവൻ പറയരുത് എന്നോട് ആരും ഒന്ന് സുവിശേഷം പറഞ്ഞില്ല.
ഇതാണ് ലൂക്കോസ് 10. അപ്പം മാനസാന്തരം എന്നുള്ളത് ദൈവം തരുന്നതാണ്. നിങ്ങളുടെ ഡ്യൂട്ടി സുവിശേഷം പറയുക എന്നുള്ളതാണ്. ആ വ്യക്തി യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ അടുത്ത് വരികയാണ്. നോക്കിക്കേ, യേശുവുമായുള്ള ബന്ധമാണ്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ സുവിശേഷം ചെയ്യുമ്പം പല ആൾക്കാരും പരാതി പറയും, ഓ ബ്രദർ ഞങ്ങളെ മാനിച്ചില്ല, ബ്രദർ ഞങ്ങളെ ചിരിച്ചു കാണിച്ചില്ല, ഞങ്ങൾക്ക് ചിലർ പറയണം ഞങ്ങളെ ആരും വളർത്തുന്നില്ല, ഞങ്ങളെ ആരും കൈത്താങ്ങുന്നില്ല. ഞാൻ വിശ്വാസി വന്നപ്പോൾ ആദ്യം മനസ്സിലാക്കിയ സത്യം, ആരും വളർത്തത്തില്ല, ആരും നമ്മളെ കൈത്താങ്ങത്തൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയരെ, അത് ഭോഷ്കാണേ. ബൈബിൾ പറയുന്നു, അപ്പലോസ് നട്ടു പൗലോസ് നനച്ചു, വളർത്തുമാറാക്കുന്ന ദൈവമാണ്. ഇപ്പോൾ യേശുവായിട്ടൊരു ബന്ധം നമുക്ക് എപ്പോഴും വേണം. നമ്മൾ എന്തെങ്കിലും സുവിശേഷത്തിന് വേണ്ടി ചെയ്യുമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ബ്രദറെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് വന്നു, ബ്രദറാണെങ്കിൽ ഒത്തിരി പേര് സങ്കടം പറഞ്ഞു, ബ്രദറാണ് ഞങ്ങളെ മൈൻഡ് ചെയ്ത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ തിരക്കായിരിക്കാം. ചിലപ്പോൾ ബ്രദർമാർക്കൊന്നും ചിലപ്പം പലപ്പോഴും നിങ്ങൾ കാണുന്ന പല ബ്രദർമാർ ചിലപ്പോൾ അവർ ടയേർഡായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ റിവൈവൽ നാഗാലാൻഡിൽ നടന്ന റിവൈവൽ അങ്കിത് പാസ്റ്ററുടെ ഒരു റിവൈവൽ ഞാൻ കണ്ടിരുന്നു. ഡൽഹിയിലുള്ള അങ്കിത് പാസ്റ്ററുടെ റിവൈവൽ കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടു. 4 ദിവസത്തെ ക്രൂസൈഡായിരുന്നു. അദ്ദേഹം ഉറങ്ങാൻ കൊതിച്ചു എന്ന് പറഞ്ഞു 4 ദിവസത്തിൽ. നിങ്ങൾ ആ യൂട്യൂബിലെ കണ്ടായിരിക്കുമല്ലോ നാഗാലാൻഡിൽ നടന്ന റിവൈവൽ അങ്കിത് പാസ്റ്ററുടെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുക, ഈ 4 ദിവസം അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറയും തിരിച്ചു പോകുമ്പോൾ കർത്താവ് ഫ്ലൈറ്റിൽ വെച്ച് ഒരു അരമണിക്കൂർ ഫ്ലൈറ്റ് ഒന്ന് ഡിലേ ആകണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കും ഉറങ്ങാൻ വേണ്ടി. നോക്കിക്കേ, അപ്പോൾ ചിലപ്പം പല ബ്രദർമാരും എന്ത് ചെയ്യത്തില്ല, ഇതിൻ്റെ അകത്തൊരു തിരക്കിലായിരിക്കാം. അവർ ചിലപ്പോൾ നമ്മൾ ആരെയും നോക്കരുതേ, നമ്മൾ യേശുവിന് വേണ്ടി ഓടുന്ന പടയാളികളാണ് നിങ്ങൾ. നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം അനേക ആൾക്കാരെ രക്ഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ പറഞ്ഞാൽ അനേകർ രക്ഷയിലേക്ക് വരും. നിങ്ങൾ ഏത് രാജ്യത്താണോ ആക്കി വെച്ചിരിക്കുന്നത് ആ രാജ്യത്തെ വിടിവിക്കുവാനുള്ള അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, ആത്മാക്കൾ കൂടി വന്നുകൊണ്ടേയിരിക്കും നിങ്ങളിലേക്ക്. നിങ്ങൾ രോഗസൗഖ്യം പ്രസംഗിക്കണം. വീടിൻ്റെ അകത്ത് പറ, എന്നിലൂടെ രോഗികൾ സൗഖ്യമാകുമെന്ന് നിങ്ങൾ വീടിൻ്റെ അകത്ത് പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പോകുന്നിടത്ത് രോഗികൾ നിങ്ങളെ തേടി വരും. കാരണം നിങ്ങളുടെ അകത്ത് രോഗികളെ സൗഖ്യമാക്കാനുള്ള ശക്തി ആകർഷിക്കും. ഞാൻ അനേക ബന്ധിതരെ മോചിപ്പിക്കും യേശുവിൻ്റെ നാമത്തിൽ. ഈ സുവിശേഷ നിമിത്തം അനേക ഇടങ്ങളിൽ പോയി ഞാൻ പല പീഡിതരെയും വിടിവിക്കപ്പെടുവാൻ എൻ്റെ ദൈവം എന്നെ ഉപയോഗിക്കപ്പെടുമെന്ന് പറയാൻ തുടങ്ങിയാൽ ആ ബന്ധിതരെല്ലാം നിങ്ങളിലേക്ക് വരും. പണ്ടൊരു ബ്രദർ എപ്പോഴും പറയും, ദൈവമേ എൻ്റെ അടുക്കിലേക്ക് വരുന്ന ആൾക്കാർ മൊത്തവും ഈ കടഭാരക്കാരും തകർന്നവരും പീഡിതരും ഒക്കെ ആണല്ലോ, നല്ലവരാരും വരുന്നില്ലെന്ന് എപ്പോഴും പറയും. ഞാൻ പറയും, എൻ്റെ പൊന്നു സഹോദര, നല്ലവരെ അല്ല ദൈവത്തിന് ആവശ്യം, തകർന്നവരെ വിടിവിക്കാനാണ് യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. നമുക്ക് ഒരുമിച്ച്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉള്ളത്തിൽ ഈ പ്രയർ സ്റ്റേഷൻ്റെ ഭാരം വന്ന പിന്നെ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ഇടയിൽ നിന്നും സഹോദരങ്ങൾ എണീറ്റ് വരേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇനി മറിഞ്ഞിരിക്കാം. എറണാകുളത്തൊക്കെ ഇനി മുതൽ ലീഡ് ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാർ മുൻനിരയിലേക്ക് വരണം. അന്യഭാഷാ പ്രാർത്ഥനകളെ ലീഡ് ചെയ്യുവാൻ സഹോദരന്മാർ മുൻനിരയിലേക്ക്, സഹോദരിമാർ മുൻനിരയിലേക്ക് വരണം. ക്വാളിഫിക്കേഷൻ ഒന്നേ ഉള്ളൂ, പ്രാർത്ഥിപ്പാനൊരു മനസ്സ്. കർത്താവിന് വേണ്ടി പ്രതിഫലം നോക്കാതെ ബ്രദർ എന്തെങ്കിലും തരുമെന്നോ, നമ്മളെ ലോകം എന്തെങ്കിലും തരുമെന്നോ, ഏതെങ്കിലും ആൾക്കാരെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ടല്ല. കർത്താവിന് വേണ്ടി ഓടുവാൻ ആഗ്രഹമുള്ള തലമുറകളുണ്ടോ? ദൈവം നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. അറിയാവോ, സുവിശേഷത്തിന് വേണ്ടി നിന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കണ്ടോ, ബൈബിളിൽ പറയുന്നു, മൽക്കീസദേക്കിന് അബ്രഹാം ദശാംശം കൊടുത്തപ്പോഴേക്കും ലേവി അബ്രഹാമിൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. കാര്യം നോക്കിക്കേ, ലേവി ജനിച്ചിട്ട് പോലുമില്ല. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇങ്ങനെ കിടക്കുക. ലേവി വരണമെങ്കിൽ എത്ര ജനറേഷൻ വേണം? പക്ഷെ അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തപ്പം അവിടെ ലേവി പുരോഹിതന് അനുഗ്രഹം ലഭിക്കുന്നത് കണ്ടോ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ തലമുറകളിലേക്ക് അനുഗ്രഹം വരും. സുവിശേഷം ചെയ്താൽ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കും. അതാണ് അബ്രഹാം കൊടുത്ത ദശാംശം ലേവിക്ക് അനുഗ്രഹമായി മാറിയെന്ന് വചനം പറയുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി മുൻനിരയിൽ നിൽക്കുക. ബ്രദർ ഒറ്റയ്ക്ക് പോകുന്നതല്ല സുവിശേഷം. ബ്രദർ ഒറ്റയ്ക്ക് ഓടുന്ന വൺമാൻ ആർമി അല്ല ഇത്. സൂപ്പർമാൻ്റെ പരിപാടിയല്ല ഇത്. സഭ ഒരുമിച്ച് ചേർന്ന്, സഭാ വ്യത്യാസങ്ങളില്ല. നിങ്ങൾ ഏത് സഭയിൽ പോകുന്ന വ്യക്തി ആയിക്കോട്ടെ, ഏത് ഡിനോമിനേഷൻ ആയിക്കോട്ടെ, കർത്താവിന് വേണ്ടി നിങ്ങൾ നിന്നേ പറ്റത്തുള്ളൂ. കാരണം അനേക വ്യക്തികൾ തകർന്നുകൊണ്ടിരിക്കും. നിങ്ങളെ കൊണ്ടേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നോക്കിക്കേ, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുക. ലൂക്കോസിൽ പറയുന്ന വാക്ക് നോക്കിയേ, നിങ്ങൾ പോയി സുവിശേഷത്താൽ രോഗികളെ സൗഖ്യമാക്കണം. നമ്മളെ വാക്ക് കണ്ടോ,
ഏത് പട്ടണത്തിൽ ചെന്നാലും നിങ്ങൾ കൈക്കൊള്ളുന്ന ദൈവരാജ്യം ആദ്യം പോയിട്ട് ഭക്ഷണം കഴിക്കണം. അവിടെ ആരിൽ നന്നാ മേടിച്ച് കഴിച്ചിട്ട് അനുഗ്രഹിക്കണവർ. അതിലെ രോഗികളെ സൗഖ്യമാക്കുവിൻ. ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നെന്ന് പറയുവിൻ. കണ്ടോ, ദൈവരാജ്യം പ്രസംഗിക്കണം, രോഗികളെ സൗഖ്യമാക്കുവാനും അവരുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ. ഇതാ സുവിശേഷം. അല്ലാതെ ബ്രദറെ ഞാൻ സുവിശേഷം പറയുന്നുണ്ട് എന്നാ പറയുന്നത് നിങ്ങൾ? യേശു നിന്നെ സഹായിക്കുമെന്നല്ല പറയുന്നത്. എന്തുവാ? സുവിശേഷം വ്യക്തമായിട്ട് പറയണം. അവർ തകർന്ന അവസ്ഥ നോക്കിയിട്ട് പറ, ഈ അവസ്ഥ മാറാൻ വേണ്ടി യേശു വില കൊടുത്തു കേട്ടോ. ഉടനെ പിശാച് വരാം, അതെന്താ നിങ്ങളുടെ അവസ്ഥ മാറാത്തത്? എൻ്റെ അവസ്ഥ ദൈവം മാറ്റിക്കോളും. എൻ്റെ അവസ്ഥയെ നിൻ്റെ അവസ്ഥയ്ക്ക് വേണ്ടി യേശു ക്രൂശിൽ വഹിച്ചിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് അത്ഭുത സാക്ഷ്യമായിട്ട് മാറും. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ മുന്നോട്ട് അടുത്ത എറണാകുളം പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യുവാൻ, അന്യഭാഷ ലീഡ് ചെയ്യുവാൻ സഹോദരങ്ങൾ മുന്നോട്ട് വരണം. ഓരോരുത്തരിങ്ങനെ മാറി മാറി ചെയ്യുന്നൊരു ദർശനമാണ് ഞാൻ കണ്ടത്. ഒരാളല്ല ലീഡ് ചെയ്യുന്നത്, ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മാറി 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 ലീഡ് ചെയ്യുന്ന രീതിയിൽ. ആമേൻ. യേശുവേ നന്ദി കർത്താവ്. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവേ, ഇന്ന് തകർന്ന അവസ്ഥകളിലേക്ക് നടക്കാൻ കഴിവില്ലാത്ത വീൽ ചെയറിലും സ്ട്രെച്ചറിലേക്ക് ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങ്. ആ കൈയെടുത്ത് വെച്ചിട്ട് പറ, ഞാൻ നടക്കുവാൻ വേണ്ടിയുള്ള വില യേശു ക്രൂശിൽ കൊടുത്തു, എനിക്ക് നടന്നേ പറ്റത്തുള്ളൂ. നമ്മൾ ദൈവസന്നിധിയിലല്ല അപേക്ഷിക്കുന്നത്, പകരം ആ രോഗത്തോടാണ് നിങ്ങൾ കൽപ്പിക്കുന്നത്. രോഗത്തോട് നമ്മൾ അപേക്ഷിക്കുകയല്ല, രോഗത്തോട് നമ്മൾ കൽപ്പിക്കുക. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് രോഗത്തോട് പറഞ്ഞ് നിനക്ക് എൻ്റെ മേൽ അവകാശമില്ല. രോഗശക്തിയോട് പറ, നിനക്ക് എൻ്റെ മേൽ അവകാശമില്ല. സുവിശേഷം വന്നു കഴിഞ്ഞു. യേശുവിൻ്റെ കാൽവരി ക്രൂശിൽ എൻ്റെ പാപ, ശാപ, രോഗ, കഷ്ടത, ദുരിതങ്ങൾ, ദാരിദ്ര്യത്തെയൊക്കെ മാറ്റിയിരിക്കുന്നു. ഇതാണ് രക്ഷയെന്ന് പറയുന്നത്. രക്ഷയെന്ന് പറഞ്ഞാൽ പാപമോചനം മാത്രമല്ല, പാപമോചനവും രോഗസൗഖ്യവും ദാരിദ്ര്യത്തിൽ നിന്നും മോചനവും നിത്യരക്ഷയും നിത്യജീവനും ശാപവിമുക്തിയും ബന്ധനത്തിൽ നിന്നും മോചനവും പീഡനത്തിൽ നിന്നും വിടുതലും ഈ ദൈവത്തിൻ്റെ സകല സമൃദ്ധിയും അനുഭവിക്കുന്ന എല്ലാം ചേർന്നതാണ് സുവിശേഷം. ഇത് പ്രസംഗിക്കുമ്പോഴാണ്, അതാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്, നിങ്ങൾ പോയി പറ, ഇവിടെ മനസാന്തരം പ്രസംഗിക്കുവല്ല, പകരം കാണിച്ചു കൊടുക്കുവാന്ന് പറ, ഇതിവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുവാന്ന് പറ. മുടന്തൻ തുള്ളുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവല്ല, മുടന്തനെ തുള്ളിപ്പിച്ചുകൊണ്ടിരിക്കുവാന്ന് പറ. ഊമൻ സംസാരിക്കുമെന്ന് പ്രസംഗിക്കുവല്ല, ഊമൻ്റെ വാ തുറക്കുവാന്ന് പറ. ചികടൻ കേൾക്കുമെന്ന് പ്രസംഗിക്കുവല്ല, ചികടൻ്റെ ചെവി തുറക്കുവാന്ന് പറ. മരിച്ചത് ഉയർക്കുമെന്ന് വിശ്വാസത്താൽ പറയുവല്ല, മരിച്ചതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് പറയണം. പോയി പറയണം സ്നാപക യോഹന്നാനോട്, വരുവാനുള്ളവൻ ഞാൻ തന്നെയാന്ന് പറ. ഞാൻ തന്നെയാണ് മശിഹ, ഞാൻ തന്നെയാണ് യേശു എന്ന രാജാവെന്ന് പോയി പറ. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഉയർത്തുക. ഇനി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വീടിൻ്റെ അകത്ത് സുവിശേഷം പറയണം. ഇനി ശ്രദ്ധിച്ചോണേ, വീടിൻ്റെ അകത്ത് രാവിലെ എണീക്കുമ്പം ഇനി ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. എത്ര പേര് തയ്യാറാണ്? ഞാൻ സുവിശേഷം ആദ്യം യെരൂശലേമില്ല, ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽ തുടങ്ങാൻ വേണ്ടി പോകാം. എത്ര പേര് പറയും? വീടിൻ്റെ അകത്ത് സുവിശേഷം എല്ലാ ദിവസവും ഞാൻ ചോദിക്കും. ഞാൻ പറയും. ഇനി കേട്ടോണം, നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് പലപ്പോഴും അന്തരീക്ഷം ഈ ദൈവരാജ്യത്തിൻ്റെ അന്തരീക്ഷമാണോ ഭവനത്തിൻ്റെ അകത്ത്? ദൈവരാജ്യത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒന്ന് സമാധാനം, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ടെന്നാണ് വചനം പറയുന്നത്. സമാധാനം ഉണ്ടോ വീട്ടിൽ? ഇല്ല ബ്രദറെ. സന്തോഷം ഉണ്ടോ വീട്ടിൽ? ഇല്ല. ബൈബിൾ പറയുന്നു, ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം പറയും, എൻ്റെ തലമുറയെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഇപ്പം അങ്ങനെയാണോ പോകുന്നത്? അല്ല ബ്രദറെ. ബൈബിൾ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അങ്ങനെയാണോ ഇപ്പോൾ പോകുന്നത്? അല്ല ബ്രദറെ. ഭർത്താവും വേറെ മാനസാന്തരപ്പെട്ടിട്ടില്ല, ഭാര്യയോ മാനസാന്തരപ്പെട്ടില്ല, പിള്ളേരോ. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യ സുവിശേഷം വീട്ടിൽ നിന്ന് തുടങ്ങണം. അടുക്കളയിൽ പോയി കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കണം. എന്നെ പ്രസംഗിക്കേണ്ടത്? ദൈവരാജ്യം പറയണം, ഉറക്കെ പറയണം. യേശു ഞങ്ങളുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. യേശു ഞങ്ങളുടെ ശാപത്തെ മാറ്റി. യേശു ഞങ്ങളുടെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തു ഞങ്ങളുടെ പാപമോചനം നടത്തിയതുകൊണ്ട് രക്ഷ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഞങ്ങളിപ്പോൾ രക്ഷയിലാണ്. ഇനി യേശു ഞങ്ങളുടെ ദാരിദ്ര്യം ക്രൂശിൽ വഹിച്ചതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിൽ ബഹുസമ്പന്നനാണ്. യേശു ഞങ്ങളുടെ ശാപ കഷ്ടതകളെ മാറ്റിയതുകൊണ്ട് ഞങ്ങൾ സമൃദ്ധിയിലാണ്. സുവിശേഷം വീടിൻ്റെ അകത്ത് പ്രസംഗിക്കണം എല്ലാ ദിവസവും. അപ്പോൾ ഇത് പ്രസംഗിക്കുമ്പോൾ ബ്രദറെ അച്ചായം പറയുന്നു മിണ്ടാതിരിക്കുക, ചെവിതല കേൾപ്പിക്കണം. പിള്ളേർ പറയാം അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, ഭാര്യ പറയും, മക്കൾ പറയും അച്ചായന് വേറെ പണിയൊന്നുമില്ലേ. നിർത്തരുതേ. കുറേ കഴിയുമ്പോൾ ഇവർക്ക് മാനസാന്തരം വരും.
നമ്മൾ സുവിശേഷം പറയുമ്പോൾ ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ അച്ചായൻ പറയും, നീ എന്നെ ഇന്ന് പ്രസംഗിക്കാത്തത് കണ്ടോ. മക്കൾ പറയും, അമ്മേ ഇതുവരെ തടയപ്പെട്ട വഴി ഇപ്പം തുറന്നു, എനിക്കൊരു അത്ഭുത വഴി തുറന്നു കണ്ടോ. സുവിശേഷം പറയുമ്പോൾ മാറ്റമുണ്ടാകും. ആദ്യം വീടിൻ്റെ അകത്ത് പ്രസംഗം, എന്നിട്ട് പുറത്തോട്ടിറങ്ങും. ഇനി ഇത് പ്രസംഗിക്കുമ്പോൾ അയൽവക്കത്തെ അവർ കേൾക്കണം. അപ്പോൾ ആദ്യം വീട്ടിൽ ഇന്നു മുതൽ സുവിശേഷം പ്രസംഗിക്കണം. നാളെ ഞാൻ ചോദിക്കുവേ, ഉറപ്പായിട്ടും ഞാനും തയ്യാറ് ഇന്നു മുതൽ വീട്ടിൽ സുവിശേഷം പറയാൻ വേണ്ടി. അടുക്കള എന്നുകൊണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉറക്കെ പറയും, യേശു നമ്മുടെ പാപത്തെ വഹിച്ചു. പാപമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ശാപം വന്നത്. ശാപമാണ് ലോകത്തിൽ കട്ടതയും ദുരിതവും പ്രയാസവും രോഗവും ഒക്കെ വന്നത്. ഇതെല്ലാം യേശു ക്രൂശിൽ വഹിച്ചു. ഞാനിപ്പോൾ രോഗിയല്ല, പാപിയല്ല, നീതിമാനാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ സമൃദ്ധിയിലിരിക്കുവാണ്, ഞാൻ രോഗിയല്ല, ആരോഗ്യത്തിലിരിക്കുവാണ്. ഇതൊക്കെ പറയുമ്പോൾ രോഗമൊക്കെ ഓടും ഭവനത്തിൽ നിന്ന്. പൈശാചിക നുഖങ്ങളൊക്കെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഓടും. കാര്യം സുവിശേഷം പറയുമ്പോൾ ശക്തി വ്യാപരിക്കും. കണ്ടോ, ഈ ശക്തിയാണ് മുടന്തനെ എണീപ്പിച്ച് ഓടിപ്പിക്കുന്നത്. ഈ ശക്തിയാണ് ഡെഡ് ബോഡികളൊക്കെ എണീപ്പിക്കുന്നത്. ഈ ശക്തിയാണ് കാഴ്ച കൊടുക്കുന്നത്. ഈ ശക്തി അങ്ങോട്ട് വ്യാപരിക്കും ഭവനത്തിൻ്റെ അകത്ത്. ആ ബ്രദറെ, ഞാൻ യൂട്യൂബിൽ മെസ്സേജ് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നാ ഗുണം? നിങ്ങൾക്ക് മാത്രം ഗുണമാണ്. വീടിൻ്റെ അകത്തിരിക്കുന്ന എല്ലാവരും കേൾക്കണം. നിങ്ങൾ പറ, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ നാളെ മുതൽ ഞാൻ ചോദിക്കുവേ, എന്നെ ഓർപ്പിക്കാൻ ആരെങ്കിലും വേണേ. ഞാൻ ചിലപ്പോൾ പ്രസംഗം തുടങ്ങുമ്പോൾ ചിലപ്പോൾ അത് വിട്ടുപോയാലും അത് ഓർപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. ആമേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ, ഇന്ന് ഒത്തിരി സമയം നീണ്ടു, എനിക്കറിയാം ഈ വിഷയം നീണ്ടു പോകും. കാര്യം ഇടയ്ക്ക് ആ ഡിസ്ട്രാക്ഷൻ ഉണ്ടായതുകൊണ്ടാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഇന്ന് എല്ലാവരും രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ച്, ഇന്ന് അത്ഭുതത്തിൻ്റെ സമയം. വേദനയാൽ ഭാരപ്പെടുന്നവർ ഇൻ ദ നെയിം ഓഫ് ജീസസ് കൈയെടുത്ത് വെച്ചു. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. നമുക്ക് 20-ാം തീയതി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 27-ാം തീയതി കണ്ണൂർ സ്ക്രീനിൽ കാണാൻ പറ്റും. അന്യഭാഷാ പ്രാർത്ഥന നടക്കുന്നു. അതിൻ്റെ ലൊക്കേഷനല്ല ഇപ്പോൾ സ്ക്രീനിലുണ്ട്. ഓൾറെഡി ഹോള് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നേരത്തെ വന്നാൽ നേരത്തെ സീറ്റ് കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ 50 പേരെ ഹോൾ എടുത്തിരിക്കുന്നത്. 53 പേരാന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം ഇനി ശ്രദ്ധിച്ചോണം, നേരത്തെ വന്നാൽ സീറ്റ് കിട്ടും. നേരത്തെ വരിക എല്ലാവരും. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് അന്യഭാഷാ പ്രാർത്ഥനയാണ്. ഞാനത് വെർച്വലി നിങ്ങളുടെ സ്ക്രീനിൽ വരുന്നുണ്ട്. അന്യഭാഷയിൽ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കും. UK-യിൽ 20-ാം തീയതി ഈസ്റ്റ് ഹാമിൽ പ്രാർത്ഥന നടക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്കിപ്പോൾ വരുന്നതായിരിക്കും. നിങ്ങളതിൽ പങ്കുചേരുക. വലിയ പ്രവൃത്തിയാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കും. ഞാൻ പറഞ്ഞായിരുന്നു, UK-യിലുള്ളവർ എനിക്ക് പലരും പറയും, ബ്രദറെ എനിക്ക് ലീവില്ല, ഞാൻ പറഞ്ഞു എമർജൻസി വന്നാൽ നമ്മൾ എന്നാ എടുക്കും? ലീവ് എടുക്കും, അത്രയേ ഉള്ളൂ. എമർജൻസി പ്രാർത്ഥന വല്ലപ്പോഴും നമുക്ക് കിട്ടുന്ന അവസരമാണത്. എമർജൻസി അതൊക്കെ അല്ലേ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടിവിൽ നിൽക്കാൻ കിട്ടുന്ന അവസരം പ്രിയരെ പാഴാക്കരുതേ. ഇരട്ടിപ്പങ്ക് അഭിഷേകം വ്യാപരിക്കും. കാര്യം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന പോലെയല്ല. നിങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി അതേപോലെ പൊതിയും. പിശാച പറഞ്ഞു, അയ്യോ ബ്രദറെ പ്രാർത്ഥിച്ചാൽ അടി കിട്ടും. ആർക്കും അടി കിട്ടുന്നത്? പിശാചിന് അടി കിട്ടുന്നവരെ പിശാച് പറഞ്ഞു. നിങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് അടി കിട്ടുമെന്നാണ്. അവനിട്ട് അടി കിട്ടുന്ന പരിപാടിയാണ് അത് ഒരു വ്യക്തി സുവിശേഷം പറയുമ്പോൾ. ആമേൻ. അതുകൊണ്ട് ഇന്നീ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വലിയ പ്രവൃത്തി. അപ്പം UK-യിലുള്ളവർ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, നാളെ നമുക്കത് കാണിക്കാം. അവിടെ 20-ാം തീയതി അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11 മണി മുതൽ 1 മണി വരെ അന്യഭാഷാ പ്രാർത്ഥന, 2 മണി മുതൽ 4 മണി വരെ, 5 മണി വരെ ഉണ്ട്. ഡെലിവറൻസ് പ്രാർത്ഥനയാണ്. രാവിലെ മുതൽ ബ്രദറെ കൂടിയ കുഴപ്പമുണ്ട്, ഒരു കുഴപ്പമില്ല, അന്യഭാഷ പ്രാപിച്ചുകൊണ്ട് പോകാം. ഇനി വലിയ ദൈവപ്രവൃത്തി അവിടെ കർത്താവ് അവിടെ പ്രവചന ശുശ്രൂഷയാലും രോഗസൗഖ്യ ശുശ്രൂഷയാലും വിടുതൽ ശുശ്രൂഷയാലും ദൈവം നിറയ്ക്കും. അതിൽ പങ്കുചേരുക, പ്രാർത്ഥനയോടെ തന്നെ വരണം. കർത്താവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകും. നാം വിശ്വസിക്കുന്നത് നമ്മൾ മലയാളികൾ മാത്രമല്ല, മിക്സഡായിട്ടുള്ള പല ഭാഷക്കാരുണ്ട്. എത്ര എനിക്കറിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവ് ആളുകളെ കൂട്ടിവരുത്തും. ആമേൻ. ദൈവം ആൾക്കാരെ കൂട്ടിവരുത്തും. ഞാൻ വിശ്വസിക്കുന്ന ആ ദേശത്ത് സോദോം ഗോമോറയാണ് ഈ ആ സ്ഥലം. ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞാൽ കേട്ടവർ നിങ്ങൾക്കറിയാം, UK-യിലുള്ളവർക്കറിയാം, അതൊരു സോദോം ഗോമോറയാണ്. അതുകൊണ്ട് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് തരുന്നൊരു അവസരമാണ്. കർത്താവിൻ്റെ നാമത്തിൽ വലിയ പ്രവൃത്തിയാൽ കർത്താവ് നടക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വേദനയാൽ ഇന്ന് വീൽ ചെയറിലേക്ക് ഇരിക്കുന്ന ആൾക്കാർ, ഞാൻ എൻ്റെ ഉള്ളത്തിൽ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ഉള്ളത്തിൽ പറഞ്ഞത് ബുദ്ധിമാന്യമുള്ള തലമുറകൾ വിടിവിക്കപ്പെടാൻ വേണ്ടി പോവുക. ഡോക്ടർ പറഞ്ഞു ഇല്ല, ജീവിതത്തിലൊരു മാറത്തിൽ. എൻ്റെ പ്രിയരെ, മരിച്ച ശരീരത്തെ ജീവനറ്റുപോയി 4 ദിവസമായി അതിലെ പോയവരെല്ലാം മൂക്ക് പൊത്തുക, ഡെഡ് ബോഡിയിൽ നിന്ന് മണം വരിക. 4 ദിവസമായി നാറ്റം വന്ന ശരീരം, ജീവൻ പോയിട്ട് 4 ദിവസമായി. അങ്ങനെ ഒരു ഡെഡ് ബോഡീനെ
ലാസറെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പം ജീവനുള്ളവനായി മടങ്ങി വന്ന് ആഹാരം കഴിച്ചുവെങ്കിൽ, എൻ്റെ പ്രിയരെ, ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു സെക്കൻഡ് മതി. ഇന്ന് അങ്ങനെയൊക്കെ ഒന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ടോ? പരിശുദ്ധാത്മാവ് റെഡിയായിട്ട് നിൽക്കുക നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ തീയിറക്കാൻ വേണ്ടി. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു തലമുറ വേണം. എങ്ങനെയാണെന്നറിയോ ദൈവശക്തി വിചാരിക്കുന്നത്? അങ്ങനെയൊക്കെ ഒന്ന് പറയണം നിങ്ങൾ. ഓ, ഡോക്ടർ പറഞ്ഞു ഭ്രാന്തൊന്നും മാറത്തില്ല, ജീവിതകാലം മുഴുവൻ ഭ്രാന്തായിട്ടിരിക്കും. ഡോക്ടർ പറഞ്ഞു ബുദ്ധിമാന്യമൊക്കെ ഒരിക്കലും ജീവിതത്തിൽ മാറത്തില്ല. ആരൊക്കെയോ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? പറയണം. മരിച്ചതിനെ ഉയർപ്പിക്കുകയും, എൻ്റെ കൂടെ വിശ്വാസം പറ, എൻ്റെ ദൈവം മരിച്ച ശരീരത്തെ ഉയർപ്പിക്കുകയും ഇല്ലാത്ത ഒരു കാര്യത്തെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ സർവശക്തനായ എൻ്റെ ദൈവം ഇന്ന് ഞാൻ കടന്നു പോകുന്ന സകല വിഷയത്തിൻ്റെ മേൽ അത്ഭുതത്തെ ചെയ്യുവാൻ കപ്പാസിറ്റിയുള്ള ദൈവം ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പാ, ഇപ്പോൾ തന്നെ ഭവനങ്ങളുടെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുന്നു. തകർന്ന അവസ്ഥകൾ ഇപ്പോൾ വിടിവിക്കപ്പെടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പാ. ഇന്ന് ഈ സമയത്ത് വേദനകളാൽ ഭാരപ്പെടുന്നവർ കൈയെടുത്തു വെച്ചു. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെടുക ദൈവശക്തിയുടെ വ്യാപാരം. നിങ്ങളുടെ രോഗത്തിൻ്റെ മേൽ വെളിപ്പെടുക. ഇന്ന് ദാരിദ്ര്യത്തിൻ്റെ ശാപങ്ങൾ വിട്ടുമാർ. നമ്മുടെ ബൈബിൾ പറയുന്നു, യേശു എന്നെ ദാരിദ്ര്യം വഹിച്ചു. കടഭാരം നിമിത്തം ആത്മഹത്യയുടെ വാക്കി പോകുന്നവരുണ്ട്. ഇന്ന് നിങ്ങൾ പറ, ദൈവം അബ്രഹാമിൻ്റെ ദൈവമാണ്, ദൈവം ഇസ്ഹാക്കിൻ്റെ ദൈവമാണ്, ദൈവം യാക്കോബിൻ്റെ ദൈവമാണ്, ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചെങ്കിൽ എന്നെ എത്ര അധികം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇവരാരും ലോട്ടറി അടിച്ചുകൊണ്ട് സമ്പന്നരായതല്ല. ബൈബിൾ പറയുന്നു, ധനവും മാനവും പുരാതന സമ്പത്തുമുള്ള ദൈവം അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ഇസ്ഹാക്കിനെ ബഹുസമ്പന്നനാക്കി, ക്ഷാമകാലത്ത് ബഹുസമ്പന്നനാക്കി. ഏത് പട്ടണത്തിൽ ചെന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ നന്മ നിറയാൻ വേണ്ടി പോകും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നന്മ വരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന വചനം പറയുന്നത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. രോഗശക്തികൾ, രോഗബന്ധനങ്ങൾ, പൈശാചിക നുഖങ്ങൾ ഇപ്പോൾ തന്നെ കുടുംബങ്ങൾ വിട്ട് ഇപ്പോൾ യേശുവിനെ വിളിച്ചു പറ, സുവിശേഷം വിളിച്ചു പറ. യേശു ക്രൂശിൽ സകലത്തെ ആയുധവർഗം വെപ്പിച്ചതാ. ഞാൻ ജയാളിയാണ്. രോഗത്തിന് എൻ്റെ മേൽ അവകാശമില്ല, രോഗശക്തിക്ക് എൻ്റെ മേൽ അവകാശമില്ല, രോഗബന്ധനത്തിന് എൻ്റെ മേൽ അവകാശമില്ല, ഒരു ശക്തിക്കും എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ജീവൻ വ്യാപരിക്കുന്നു. ഒരു രോഗത്തിന് എൻ്റെ മേൽ അവകാശമില്ല, ഒരു ശാപത്തിന് എൻ്റെ മേൽ അവകാശമില്ല, ഒരു കഷ്ടതയ്ക്കും എൻ്റെ മേൽ അവകാശമില്ല. ഇപ്പോൾ സൗഖ്യം നടന്നു, കൂട്ടസൗഖ്യങ്ങൾ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുക. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു നീന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ജനുവരി മാസത്തിൽ ജനനം സംഭവിച്ച ഒരു വ്യക്തി ആ ഭവനത്തിലുണ്ട്. നീന എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഭവനത്തിൽ ജനുവരി മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുള്ള ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ ദൈവം അവിടെ ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ നീനയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തി നീനയുടെ ഭവനത്തിൽ സംഭവിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത കുടുംബത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ശക്തി വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് നമ്മൾ ഒത്തിരി സാക്ഷ്യം കൊണ്ടല്ലോ, നീരുകൾ ഇൻസ്റ്റൻ്റായിട്ട് ശരീരത്തിലുള്ള നീരുകൾ വറ്റിപ്പോയി. നീരുണ്ടായിരുന്ന വ്യക്തികളുടെ ശരീരത്തിലേക്ക് നീരുകൾ വറ്റിപ്പോയ സാക്ഷി നമ്മൾ കേട്ടു. ഞാൻ റീത്ത സഹോദരിയുടെ സാക്ഷ്യം കേൾപ്പിക്കാൻ വേണ്ടി, പക്ഷേ അത് ടൈമില്ല, പറ്റിയില്ലായിരുന്നു. റീത്ത സഹോദരി വെച്ചു നീരുകൾ വറ്റിപ്പോയി. അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മൾ കേട്ടു, നീര് വറ്റിപ്പോയി ശരീരത്തിൽ നിന്ന് ഇൻസ്റ്റൻ്റായിട്ട്. ഹല്ലേലൂയ. വേദനകൾ വിട്ടുമാറി, ബൾജ് നിന്നിരിക്കുന്ന ആ രോഗങ്ങൾ സൗഖ്യമായി. ഇപ്പോൾ അത്ഭുതകരമായ പ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഈ കല എന്ന് പറയുന്ന ഒരു പേര് കർത്താവിനെ കാണിക്കും. കല എന്ന് പറയുന്നൊരു പേര്, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ കല എന്ന് പറയുന്നൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു പ്രേരണ തരുക. ഇന്നിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്,
യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബത്തെ വിടുവിച്ചെടുക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകും. സിസ്റ്ററുടെ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയാണ്. കലയെന്ന് പറയുന്ന ആരാ? ഞാനാണ്. സിസ്റ്റർ ഇതിനകത്തിരിക്കുന്ന പേരെന്തുവാ? ട്രിവാൻഡ്രം. ഓക്കെ, ഈസ്പർ അല്ലേ? യേശുവിന്റെ നാമത്തിൽ കലയുടെ ജീവിതത്തിന്റെ അകത്ത് കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ സിസ്റ്ററെ, യേശുവിന്റെ എന്നെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു സെപ്റ്റംബർ മാസം എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. സെപ്റ്റംബർ എന്നൊരു മാസം എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ സെപ്റ്റംബറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നടക്കുന്നൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു വഴിത്തിരിവിലേക്ക് തമ്പുരാൻ കൊണ്ടുപോകാൻ വേണ്ടി പോവാ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, നിരാശ രണ്ട് കൈകളും ഇങ്ങനെ മലർത്തിപ്പിടിച്ച് ഇങ്ങനെ ശൂന്യമായി നിൽക്കുന്ന ഒരവസ്ഥ, നിസ്സഹായമായി നിൽക്കുന്ന ഒരവസ്ഥ കർത്താവ് എന്നെ കാണിക്കുക. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ അവസ്ഥയ്ക്കകത്ത് കർത്താവ് ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി പോകട്ടോ. ഓ യേശു, ഞാൻ പറയുന്നു 4 പേര് കൂടി ചേർന്നിട്ട ചില പ്ലാനുകൾ, പിശാചിന്റെ പ്ലാനുകൾ ഇന്ന് തമ്പുരാൻ തകർത്തു മാറ്റിയിട്ട് അവരതിശയിക്കുന്ന രീതിയിൽ തമ്പുരാൻ പൊസിഷൻ ചെയ്യാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തെ കർത്താവ് പറഞ്ഞു, രാധ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പന് കൂട്ടത്തിൽ പറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോ പ്രിയമകളുടെ ജീവിതത്തിൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. സിസ്റ്റർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. വലിയ പ്രവൃത്തി തമ്പുരാൻ ചെയ്യോട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹല്ലേലൂയ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ശരീരത്തിൻ്റെ അകത്തുനിന്നും ഇന്ന് ചില ബൾജ് നിൽക്കുന്ന മുഴകൾ ഇപ്പം അപ്രതീക്ഷിതമായിക്കാൻ പോവുക. മുഴയായിട്ട് നിൽക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് ചുങ്ങിപ്പോവുക. ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നടുവിൻ്റെ ഭാഗങ്ങളിൽ, ആ ശരീരഭാഗങ്ങളിൽ ബൾജ് നിൽക്കുന്ന മുഴകളുള്ളവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ കൈയെടുത്തു വെച്ചു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ബൾജ് നിൽക്കുന്ന അവസ്ഥകൾ, വേദന പോലെ നിൽക്കുന്ന അവസ്ഥകൾ ഇപ്പോൾ തന്നെ അത് വിട്ടുമാറുക. നിങ്ങളുടെ അകത്തോട്ട് അത് ചുങ്ങിപ്പോവുക. ഓ യേശുവേ, സർജറി ഒന്നും വേണ്ടാതെ തന്നെ ദൈവം അവിടെ പ്രവർത്തിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ കൈയെടുത്തു വെച്ചു. തമ്പുരാൻ്റെ കൃപ വ്യാപരിക്കുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു ഭവനത്തിൻ്റെ അകത്ത് ഇതോടൊപ്പം തന്നെ ഈ തെക്കേടുത്തെന്ന് പറഞ്ഞ ഒരു പേര് ഒരു ഭവനത്തിൽ ഹോളിൽ എന്തോ ഒരു സംഭവത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത് കാണുക. തെക്കേടുത്തെന്ന് എഴുതി വെച്ചിരിക്കുന്നത്, അങ്ങനെ എന്തോ ഒരു സാധനം ഒരു ഭവനത്തിൻ്റെ അകത്ത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് കാണുക. അതുമായിട്ട് തൂക്കിയിട്ടിരിക്കുന്നതായിട്ടോ, അതായത് എഴുത്തിങ്ങനെ കാണാം, തെക്കേടുത്തെന്നുള്ള എഴുത്തിങ്ങനെ കാണാം. അതിന് അകത്ത മുറിയിലാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഭവനം എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതുമായി കണക്ട് ചെയ്ത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമം. പറഞ്ഞു. പാസ്റ്ററെ, എന്റെ വീട്ടുപേര് തെക്കേടത്തുനിന്നാണ്. എന്റെ പേരും വീട്ടുപേര് ചേർത്താണ്. അപ്പൊ ഞങ്ങളിപ്പോ താമസിക്കുന്ന വീടിന്റെ നടുക്കത്തെ മുറിയില് 91 സങ്കീർത്തനം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. സിസ്റ്ററുടെ വീട്ടുപേര് തെക്കേടത്തുന്നുള്ളത്? തെക്കേടത്തുനിന്നാണ്. ഓ യേശുവിന്റെ നാമത്തിൽ. എന്നാ ഭവനത്തിന്റെ മേൽ പേരും വീട്ടുപേരും അങ്ങനെയാണ്? പേരും വീട്ടുപേര് ചേർത്താണ്. എന്റെ ഒഫീഷ്യൽ നെയിം വീട്ടുപേര് ചേർത്താണ്. ഓക്കെ. ഇപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ കാണുന്നത് മൊബൈൽ ഫോണിന്റെ പേര് ഓപ്പോ അല്ലേ ഇട്ടേക്കുന്നത്? സിസ്റ്ററുടെ പേര് എങ്ങനെയാ? ശാലിനി ടി തെക്കേടത്തുനിന്നാണ് ഒഫീഷ്യൽ നെയിം. ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി തമ്പുരാൻ വെളിപ്പെടുത്താൻ വേണ്ടി പോസ്റ്ററെ, ആ കുടുംബത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ സകല ശാപങ്ങളും വിട്ടുമാറുക. ആ കുടുംബത്തിന്റെ മേൽ പലർക്കും രോഗം ഇട്ടുകൊണ്ട്, കുടുംബക്കാർ ഇടയിൽ പോലും കലഹങ്ങളെ കൊണ്ടുവന്നിട്ടുകൊണ്ട്, അകൽച്ചകളെ കൊണ്ടുവന്നിട്ടുകൊണ്ട് ഭവനത്തിന്റെ അകത്ത് വന്ന് കയറാതെ വന്നവരും കയറിയവരും എല്ലാം ചെതറിപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ദുഷ്ടപിശാചേ ഭവനത്തിൽ നന്മ കയറാതെ ആ ജീവിതത്തെ മുടക്കുന്നതെല്ലാം ഇപ്പോൾ ആത്മാവിൽ വെട്ടിവിടുക. ഓ പരിശുദ്ധാത്മാവേ. സിസ്റ്റർ, എന്നെ ജൂൺ മാസം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ജൂൺ മാസവുമായിട്ട് ജൂൺ മാസത്തിൽ ബർത്ത്ഡേ ഒന്നുമില്ല. ഞാൻ പറയാം, ജൂൺ മാസം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ബർത്ത്ഡേ ആയിരിക്കാം, ചിലപ്പോൾ ജൂൺ മാസം ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. എന്നെ ജൂൺ മാസം വലിയൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമ്മുടെ ജനനമായിരിക്കാം, അല്ലെങ്കിൽ ജൂണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കാം. അപ്പോൾ ജനനം ആരും ഇല്ലെങ്കിൽ, അങ്ങനെ ജൂൺ മാസത്തിൽ ജനിച്ചൊരു വ്യക്തി ഇല്ലെങ്കിൽ, ജൂൺ മാസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൊരു ബ്രേക്ക് ത്രൂ ആകുമെന്ന് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മുടെ ഒരു വ്യക്തിയായിട്ട് ജനിച്ച ദിവസങ്ങൾ അത് കാണും. ആ വ്യക്തി ഇല്ലെങ്കിൽ
അതൊരു മാസമാണ് കാണിക്കുന്നതെങ്കിൽ ആ മാസം നോട്ട് ചെയ്ത് വെച്ചോണം. ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതിൻ്റെ അകത്ത് കർത്താവ് എന്നെ കാണിക്കുന്നത് ഈ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പോവുക. ആ വ്യക്തിയുടെ കരത്തിൽ ദൈവം ചില കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടി പോവുക. അത് നോട്ട് ചെയ്ത് വെച്ചോണേ. യേശുവിൻ്റെ നാമത്തിൽ ആ തോമസിനെ ദൈവം ഭവനത്തിലോട്ട് അയക്കും, കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യത്തിന് വേണ്ടി കേട്ടോ. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തോ, ഇല്ലെങ്കിൽ എഴുതി വെച്ചോണം കേട്ടോ. ആ പേരുകാരനെ എഴുതി വെച്ചോണം. ദൈവം തോമസിനെ അയക്കാൻ വേണ്ടി പോവുക. അതൊരു സാക്ഷ്യം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ദൈവത്തിൻ്റെ പ്ലാൻ. വലിയൊരു വഴിത്തിരിവ് കേട്ടോ. ഒരു സ്ഥലവുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും ആ വ്യക്തിയെ ദൈവം അയക്കുന്നത്. അതിൻ്റെ ഒരു കാര്യത്തിൻ്റെ ഒരു പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. ഞാനിപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവേ, ഞങ്ങളുടെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ കർത്താവേ. ഓ യേശുവേ. അതോടൊപ്പം തന്നെ ഈ എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ കർത്താവ് ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ വ്യക്തിയുടെ ഭവനം കാണുമ്പം ഒരടയാളം കർത്താവ് എന്നെ കാണിക്കുക. ഈ നമ്മുടെ ഈ തത്തയുണ്ടല്ലോ, പക്ഷി, തത്തയുടെ കൂടിൻ്റെ അകത്ത് തത്തേനെ ഇട്ടിട്ട് ഒരു വ്യക്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ, ഈ തത്തയുടെ കൂടിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഈ തത്തയുടെ കൂടുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് എടുത്തൊരു പിക്ചർ, ഇച്ചിരി പഴയ പിക്ചറാണ്. അങ്ങനെ ഒരു ചിത്രം ഒരു ഭവനത്തിൽ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുക, ആ ഒരു കുടുംബവുമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. ആ ചിത്രമുള്ള ഭവനം ഏത് വ്യക്തിയാണോ ആ ചിത്രത്തിനോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു സാജൻ എന്ന് പറഞ്ഞൊരു പേരും കൂടെ കാണിക്കുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുവാണ്. ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി തമ്പുരാൻ ആ ഭവനത്തിൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ ചിത്രം അടയാളമുള്ള കുടുംബം ഏതാണോ, യേശുവേ അങ്ങയുടെ പ്രവൃത്തി അവിടെ സംഭവിക്കുക, കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറയാൻ വേണ്ടിയുള്ളവരാണോ മ്യൂട്ട് മാറ്റിയതെങ്കിൽ, അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. ഇപ്പോൾ തന്നെ സ്വീകരിച്ചു. പറഞ്ഞു ബ്രദർ. ആദ്യം പറഞ്ഞ ദൈവാലോചന പേര് പറഞ്ഞ ലീലെന്നാണോ ലീനെന്നാണോ? നീന എന്ന് പറഞ്ഞ നീനയാണ്, ലീലയല്ല, നീനയാണ്. നീനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താങ്ക് യു ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ തന്നെ കർത്താവ് ഞങ്ങളുടെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നല്ലോ. എൻ്റെ ദൈവമേ, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. അതാണ് ഞാൻ പറഞ്ഞത്, അനാവശ്യമായിട്ട് നിങ്ങൾ മൈക്ക് മ്യൂട്ട് മാറ്റരുത്. കൈയെടുത്ത് വെച്ച് രോഗികളായി ഭാരപ്പെടുന്നവർ, ശരീരത്തിൻ്റെ അകത്ത് വേദന അനുഭവിക്കുന്നവർ, നീരുകളാൽ ഭാരപ്പെടുന്നവർ, മുഴകളാൽ ഭാരപ്പെടുന്നവർ, ക്യാൻസറുകളാൽ ഭാരപ്പെടുന്നവർ, നടക്കാൻ കഴിയാത്തവർ, ഇന്ന് വചനം പറയുന്നു യേശു ക്രൂശിൽ വില കൊടുത്തു. എൻ്റെ കൂടെ ഉറക്കെ പറ, യേശു എനിക്ക് വേണ്ടി വില കൊടുത്തു. യേശു എനിക്ക് വേണ്ടി വില കൊടുത്തു. ഞാൻ രോഗിയാകാനുള്ള വിലയല്ല, സൗഖ്യത്തിന് വേണ്ടി. ഇനി വേദനയുള്ളവര്, ശരീരത്തിന്റെ അകത്ത് വേദനയുള്ളവര്, ആ കൈകാലുള്ള ബുദ്ധിമുട്ടുള്ളവര്, ശരീരത്തിന്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ രോഗം അനുഭവിക്കുന്നവര്, പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ ഇപ്പോൾ യേശു അതിൽ ബ്രേക്ക് ചെയ്ത് വിടുക. ഈ ആസ്മ പോലെയുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ കൈയെടുത്ത് വെച്ചു. ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് വേദന അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, വേദനയാൽ ഭാരപ്പെടുന്നവര്. ഈ ചില ബൾജുകൾ, നട്ടലിന്റെ അവിടെ നിൽക്കുന്ന ചില ബൾജുകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യമാകുക, വിട്ടുമാറുക. കൈയെടുത്ത് വെച്ച് ഓ എന്നിട്ട് എന്റെ കൂടെ പറ, യേശുവിന്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചത് കൊണ്ട് കർത്താവിന്റെ അടിമകളിൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ രോഗത്തെ ക്രൂശിൽ അനുഭവിച്ചതാണ്, കർത്താവിന്റെ വേദന ക്രൂശിൽ അനുഭവിച്ചതാണ്, കർത്താവിന്റെ അടിമകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ രോഗം യേശു വഹിച്ചതാണ്, എന്റെ വേദന യേശു വഹിച്ചതാണ്, എന്റെ ശാപം യേശു വഹിച്ചതാണ്, എന്റെ പാപം യേശു വഹിച്ചതാണ്. ഞാൻ ഇനി അനുഭവിക്കത്തില്ല, ഞാൻ അനുഭവിക്കത്തില്ല, ഞാൻ ദാരിദ്ര്യം അനുഭവിക്കത്തില്ല, ഞാൻ രോഗം അനുഭവിക്കത്തില്ല, ഞാൻ വേദന അനുഭവിക്കത്തില്ല, ഞാൻ കഷ്ടത അനുഭവിക്കത്തില്ല. ക്രിസ്തു യേശുവിൽ ഞാൻ ഉയർച്ച
തന്നെ പ്രാപിക്കൂ. കർത്താവിൻ ദിവ്യ ആരോഗ്യം എന്റെ അവകാശമാണ്. പറഞ്ഞു, ഇത് പറയുമ്പോൾ സംഭവിക്കുകയാണ്. ദൈവശക്തി വ്യാപരിക്കുകയാണ്. ആ കടഭാരത്തിന്റെ കെട്ടുകൾ പൊട്ടുകയാ. പറഞ്ഞു, ആ പേഴ്സ് എടുത്ത് വെച്ച് മിറക്കിൾ മണി റിലീസ് ആകിയ. പറഞ്ഞു, ഞാൻ വാരി വിതറി കൊടുക്കുമെന്ന് പറ. വചനം വിളിച്ചു പറ. ഐശ്വര്യവും സമ്പത്തും എന്റെ ഭവനത്തിൽ ഉണ്ടാകും. ഞാൻ ദീർഘായുസ്സോടെ ഇരിക്കും. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരിക്കും. നന്മയും കരുണയും വർദ്ധിക്കും, 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 വർദ്ധിക്കും. യേശുവിന്റെ നാമത്തിൽ എടുക്കും തോറും വർദ്ധിക്കും, എടുക്കും തോറും കുറയത്തില്ല. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എടുക്കും തോറും വർദ്ധിക്കും, എടുക്കും തോറും വർദ്ധിക്കും. യേശുവിന്റെ നാമത്തിൽ ഏത് രാജ്യത്തായിക്കോട്ടെ കർത്താവേ, അത്ഭുതത്തിന്റെ മാൻറ്റിൽ അവരുടെ തലയ്ക്ക് മീതെ വെളിപ്പെടട്ടെ. അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ മാൻറ്റിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അവരുടെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. സകല ദുഷ്ടപിശാചുക്കളും ഇറങ്ങിപ്പോട്ടെ. ഓ യേശുവേ, ആ വേദനയാൽ ഭാരപ്പെടുന്ന എത്ര പേരുണ്ട്? വേദനയാൽ ഭാരപ്പെടുന്നവര് കൈയെടുത്ത് വെച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അസാധാരണമായി വിടുതൽ ഈ ദിവസങ്ങളിൽ കരഞ്ഞ വിഷയത്തിന്റെ മേൽ അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാ. കരഞ്ഞ വിഷയത്തിന്റെ മേൽ അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാ. കരഞ്ഞ വിഷയത്തിന്റെ മേൽ എന്നുള്ളത് കർത്താവ് പറയുന്നു, ഒരു മേരിയുടെ മോള് കരഞ്ഞ വിഷയത്തിന്റെ മേൽ ദൈവം അത്ഭുതം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് കർത്താവ് കാണിക്കുന്നു. ഈ അടുക്കളയുടെ പുറത്തേക്കുള്ള ഒരു വാതിൽ നിന്നുകൊണ്ട് വിങ്ങിപ്പൊട്ടി ദിവസങ്ങളിൽ ദൈവത്തോട് നിലവിളിച്ചൊരു വ്യക്തിയാണ് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ആ വ്യക്തിയുടെ മേൽ ദൈവപ്രവൃത്തി അയക്കാൻ വേണ്ടി പോകുക. കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് തമ്പുരാൻ തെളിയിക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി. പരിശുദ്ധാത്മാവിന്റെ വീര്യ പ്രവർത്തിക്ക് നന്ദിയപ്പ. അത്ഭുത വിടുതലിന് നന്ദിയപ്പ. അത്ഭുത സാക്ഷ്യത്തിന് നന്ദി കർത്താവേ. ഇപ്പോൾ രോഗം വിട്ടുമാറുക, വേദന നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പറഞ്ഞു മാറുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് അങ്ങ് തൊട്ട് വിടിവിക്കുന്ന കൃപയ്ക്ക് നന്ദിയപ്പ. രോഗശക്തികളെ അഴിച്ച കൃപയ്ക്ക് നന്ദിയപ്പ. രോഗബന്ധനത്തെ അഴിച്ച കൃപയ്ക്ക് നന്ദിയപ്പ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. സാക്ഷ്യമുള്ളവർക്ക് പറയേണ്ട സമയമാണ്. സ്ക്രീനിൽ കാണാൻ പറ്റും. നമുക്ക് ഏപ്രിൽ മാസത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിതയ്ക്കേണ്ടതുണ്ട്. നിങ്ങൾക്കവിടെ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ പറ്റും. അവിടെ വിതച്ചവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഈ ദിവസങ്ങളിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ച്, സ്വന്തമായിട്ട് കൈവച്ച്, കർത്താവ് ഇന്ന് ഞാൻ ദാരിദ്ര്യം അനുഭവിക്കത്തില്ല. ഉറക്കെ പറ, ദാരിദ്ര്യം ഞാൻ അനുഭവിക്കത്തില്ലെന്ന് പറ. ഞാൻ വാരി വീതറി കൊടുക്കും. സങ്കീർത്തനം പറയുന്നു, ഐശ്വര്യവും സമ്പത്തും എൻ്റെ ഭവനത്തിൽ ഉണ്ട്, ഞാൻ അതനുഭവിക്കും. കർത്താവെ, ഞാൻ നന്മ കാണും. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമാണ്. എടുക്കും തോറും വർദ്ധിക്കും. അങ്ങനെ പറഞ്ഞു, എടുക്കും തോറും വർദ്ധിക്കും എന്ന് പറ. എടുക്കും തോറും വർദ്ധിക്കും, എടുക്കും തോറും വർദ്ധിക്കും. അതെൻ്റെ കലത്തിലെ മാവായിക്കോട്ടെ, എൻ്റെ പോക്കറ്റിലെ പൈസ ആയിക്കോട്ടെ, എടുക്കും തോറും വർദ്ധിക്കും, എടുക്കും തോറും വർദ്ധിക്കും, എടുക്കും തോറും വർദ്ധിക്കും. കർത്താവ്, ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. വാരി വിതറി കൊടുക്കുവാനുള്ള സമൃദ്ധിക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ വിതയ്ക്കുക, കൊയ്യുക, മാരി വിതറി കൊടുക്കുക. കർത്താവിൻ്റെ നാമത്തിൽ കളപ്പുരകളെ നിറയ്ക്കുക. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ വേഗത്തിൽ ആ ശരീരത്തൊന്ന് ചെക്ക് ചെയ്ത്, വേദനയാൽ ഭാരപ്പെട്ടവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്, ദൈവം അത്ഭുതത്തെ ചെയ്തിരിക്കുന്നു. ഈ നിമിഷം ഒന്ന് ചെക്ക് ചെയ്തിട്ട് സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഇന്നലെ ഒരു ഹോള് കഴിഞ്ഞ് അകത്തോട്ടൊരു മുറിയില് റെഡ് ടവൽ ഇട്ടിരിക്കുന്നു. ജനുവരിയില് ബർത്ത്ഡേ ഉള്ള എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമായിട്ട് പറഞ്ഞിരുന്നു, ബ്രദർ 2024 മാർച്ച് 25 പറഞ്ഞൊരു പ്രവചനം വിത്തിൻ 1 വീക്ക് നടക്കാൻ പോകുന്നു. പക്ഷെ അത് അകന്നകന്നു പോയി. അപ്പൊ ഞാൻ അതിൽ വളരെ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനത് ഏറ്റെടുക്കുന്നു. എൻ്റെ മകളുടെ വിഷയത്തിലേക്ക് ഞാനത് ഏറ്റെടുക്കുന്നു. അവകാശം കേട്ട ആലോചന എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനെ വലിച്ചടിപ്പിക്കുന്ന പറഞ്ഞ് അന്യഭാഷ പറഞ്ഞു കേട്ടോ. വചനം വിളിച്ചു പറഞ്ഞു, അത് അത്ഭുതമായിട്ട് കർത്താവ് മാറ്റും. ഗോഡ് ബ്ലസ് യു. ഓക്കെ. ഹലോ ബ്രദറെ, ഞാനൊരു സാക്ഷ്യം പറയാനുണ്ട്. ഇന്നലെ എനിക്കൊരു സംഭവിച്ചതാണ്. കുറെ ദിവസങ്ങളായിട്ട് എന്റെ കൈയുടെ ഞരമ്പിന് ഇങ്ങനെ വലിച്ചു പോച്ചുകയും പിന്നെ ഇങ്ങനെ പേനയോ കത്തിയോ ഒന്നും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നേ. അപ്പൊ എനിക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ ഒന്നും പോയില്ല, അതിനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു. പിന്നെയാണെങ്കിൽ ഞാനിങ്ങനെ വിശ്വസിച്ചു, എൻ്റെ കർത്താവ് എനിക്ക് എപ്പോഴെങ്കിലും ഒരു സൗഖ്യം തരും, ഇതിലൂടെ പ്രാർത്ഥിക്കുമ്പോഴെന്ന് വിചാരിച്ച് ഞാനിരുന്നു. എല്ലാ ദിവസവും എനിക്ക് ഇങ്ങനെ കൈക്കൊരു മരപ്പുണ്ട്. അപ്പം ഞാനൊരു സാധനം ഇങ്ങനെ ബലം പിടിച്ചിങ്ങനെ ഞെക്കുമ്പോൾ ഒരാശ്വാസം കിട്ടുമായിരുന്നു. എന്നാലും എനിക്ക് പകലെല്ലാം കൈ മരച്ചുകൊണ്ടേയിരിക്കും.
ഇന്നലെ ബ്രദർ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മരപ്പുള്ള കയ്യിൽ 2 കൈക്ക് മരപ്പായിരുന്നു, ഞാനിങ്ങനെ ഒരു കയ്യിൽ പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ എനിക്കത് മാറിയെങ്കിലും ഞാൻ നാളെ പറയാം, ഇത് കൺഫേം ആക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞില്ല. ഇന്നലെ എനിക്ക് ദൈവം അതിനൊരു സൗഖ്യം തന്നു. സ്തോത്രം. ഇപ്പൊ സിസ്റ്റർക്ക് അത് പേന പിടിക്കുമ്പോഴും കത്ത് പിടിക്കുന്ന കുഴപ്പമൊന്നുമില്ല ഇപ്പം? കുഴപ്പമില്ല, ഞാൻ പരീക്ഷിച്ചൊക്കെ നോക്കി. ഓ, ഇത് വലിയൊരു അത്ഭുതമാണ്. ഡോക്ടർ സർജറി പറഞ്ഞതാണ്, സർജറിക്കുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് മാറ്റിവെച്ചതാണ്. പക്ഷെ സുവിശേഷം കേട്ടു, ഇന്നലത്തെ പ്രാർത്ഥനയിൽ കർത്താവ് തൊട്ടു, ഒരു കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ കത്തിയൊക്കെ പിടിച്ചു നോക്കിയിട്ടൊന്നും വേദന ഇല്ല, ഇപ്പം പ്രശ്നമില്ല. ഓ, ഇത് വലിയൊരു അത്ഭുതമാണ്. നേരിട്ട് വരുമ്പോൾ ഈ സാക്ഷ്യം പറയണം കേട്ടോ. അപ്പൊ ഇനി കസേരയൊക്കെ എടുത്തിടാൻ വേണ്ടി ഒരു കുഴപ്പമില്ല, കർത്താവിന് വേണ്ടി ഒരു വേദനയില്ല. ആമേൻ. അപ്പൊ ഇനി മുതൽ കർത്താവ് സൗഖ്യം തന്നത് കസേരയൊക്കെ പിടിച്ചിട്ടാണ് യേശുവിന് വേണ്ടി. അപ്പൊ കത്തി പിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കൈക്ക് വേദന, ഞരമ്പിന്റെ പ്രോബ്ലം ആയിരുന്നു. ഡോക്ടർ അത് സർജറി വേണമെന്ന് പറഞ്ഞൊരു കേസാണ്. പക്ഷേ ആ സഹോദരി പറഞ്ഞ പോലെ പൈസ ഇല്ലായിരുന്നു സർജറി, അതുകൊണ്ട് ചെയ്തില്ല. പക്ഷെ അങ്ങനെ സുവിശേഷം കേട്ടു, യേശു അത്ഭുതം ചെയ്തു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, കൈക്ക് തിരിക്കുകയോ മറിക്കുകയോ ഒന്നും കുഴപ്പമില്ല, വെയിറ്റ് എടുക്കുന്നതിന് കുഴപ്പമില്ല. കർത്താവ് സൗഖ്യമാക്കി യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദർ ഇപ്പൊ മേരി ഒരാലോചന പറഞ്ഞിരുന്നു. മേരിയുടെ മകളെ തുടർന്ന് അടുക്കള ഭാഗത്തുനിന്ന് കരഞ്ഞു. സഹോദരിയായിരുന്നു അടുക്കള എന്റെ അമ്മയാണ് മേരി. ഭാഗത്ത് വരുന്ന കരഞ്ഞായിരുന്നോ? അടുക്കള ഭാഗത്ത് അടുക്കള ഭാഗത്തു നിന്ന് അത് ശരിയാണ്. ഓ, ഞങ്ങൾ വല്ലതും കണ്ടോ സിസ്റ്ററെ ആ പോയിരുന്ന് കരയുന്നത്? സിസ്റ്ററുടെ അമ്മയുടെ പേര് മേരി എന്നാണ് ഞങ്ങളെല്ലാം അറിയാൻ വല്ല സാധ്യതയുണ്ടോ? ഇല്ല ഇല്ല. കണ്ടോ, യേശു കണ്ടില്ലേ, പരിശുദ്ധാത്മാവ് കണ്ടില്ലേ? ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇനി പേടിക്കണ്ട കേട്ടോ, ഇനി കരയണ്ട. എൻ്റെ കർത്താവ് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഈ വാക്യം പറഞ്ഞോണേ: ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, കർത്താവിൻ്റെ നാമമാകുന്നു. ഇനി ആ വാക്കൊന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ദൈവം ശക്തനായ ദൈവം, എനിക്ക് വേണ്ടി വലിയവ. അതിൻ്റെ കൺഫർമേഷനാണ് ഈ ആലോചന കേട്ടോ. ഈ പ്രവചന ആലോചന ഒരു കൺഫർമേഷനാണ്. കർത്താവ് അത് ഊട്ടി ഉറപ്പിക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പാസ്റ്ററെ, ഞാനും അത് ഏറ്റെടുക്കുന്നു പാസ്റ്ററെ. ഞാനും മേരി എന്ന് പറഞ്ഞ ആളിന്റെ മോളാണ്. ഞാൻ 2-3 ദിവസമായിട്ട് എന്റെ മോന്റെ വിഷയത്തിന് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഞാനും അടുക്കളയുടെ ഒരേ ആലോചന ഒരേപോലെ വരുന്നവര് ചാടി പിടിച്ചോ. കർത്താവ് ഇന്ന് ആ വിഷയത്തിന്റെ മേൽ കണ്ടിരിക്കുന്നു കേട്ടോ. ദൈവം എന്റെ വിഷയം പറഞ്ഞോളാം വാക്യം: ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയവ ചെയ്തിരിക്കുന്നു. ഏറ്റെടുത്ത് ഒരേ ആലോചന പ്രിയരെ, ഒരേപോലെ വരുന്നവർ ആമേൻ പറഞ്ഞതിനെ അഡ്ജസ്റ്റ് ചെയ്തോണം. കർത്താവ് അത് നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യമാക്കി തുറക്കാൻ വേണ്ടി പോകുന്നു. ആമേൻ. ഞാൻ ആ വാക്യം എഴുതിക്കൊണ്ടിരിക്കുക പാസ്റ്ററെ. ഞാൻ അത് ഇന്നലെ തൊട്ട് എഴുതിക്കൊണ്ടിരിക്കുക. വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലസ്. ആമേൻ. അത് മുമ്പ് ബ്രദർ എൻ്റെ അടുത്ത് ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുരേഷിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു, ഞാനാണ് എന്റെ കേസ് വാദിക്കുന്ന വക്കീലിന്റെ പേരാണ് സുരേഷ് എന്ന് പറഞ്ഞു. അപ്പം ഈ ബ്രദർ പറഞ്ഞതിന്റെ 2 ദിവസം മുമ്പായിരുന്നു കേസ് ഉണ്ടായത്. അപ്പം ഞാൻ കേസിന്റെ ബ്രദറിന്റെ അടുത്ത് വക്കീലിന്റെ അടുത്ത് ചോദിച്ചു, പിന്നെ അടുത്ത കേസ് എപ്പോഴാണ്? അപ്പൊ 2 മാസം കഴിഞ്ഞിട്ടാണെന്ന് പറയുകയും ചെയ്തു. വേറൊന്നും പറഞ്ഞില്ല. അപ്പം അവരെ സീനിയർ വക്കീലുണ്ട്, ഒരു ലേഡിയാണ്. അപ്പം അവരെ വിളിച്ചപ്പം അവരെന്റെ അടുത്ത് പറയാ, പിന്നെ ബ്രദർ അങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരെന്റെ അടുത്ത് പറയാ, 20 പേജുള്ള എന്തോ കേസുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ ഫയൽ അതിന്റെ മുന്നത്തെ പ്രാവശ്യം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതവിടെ കാണാനില്ല, അതവിടെ നിന്ന് ആരോ വലിച്ചിട്ടുണ്ട്. അപ്പം സീനിയർ വക്കീല് പറയാ, അതല്ലേ പറയുന്നത്, പിന്നെ ഇത്രയും എഴുതി ഉണ്ടാക്കിയിട്ട് അവിടെ കൊടുത്തിട്ട് ആ പേപ്പർ അവിടെ കാണാനില്ല. ഇനി 2ാമത് ഞാൻ എഴുതി കൊടുക്കണം, ഞാൻ കൊടുത്തിട്ടുണ്ട് 2ാമത്. അപ്പം പിന്നെ അപ്പോഴേ എനിക്ക് ബ്രദർ ഇത് പറഞ്ഞപ്പോഴേ എനിക്കൊരു ഡൗട്ട് അടിച്ചിരുന്നു, എന്തോ ഒരു പ്രശ്നം ഉണ്ട് കേസിനെ സംബന്ധിച്ച്. സിസ്റ്റർ പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ്. സഹോദരങ്ങൾ കടന്നു പോകുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് നോക്കിക്കൊണ്ടിരുന്ന വക്കീലിന്റെ പേരായിരുന്നു അല്ലേ, സുരേഷ് എന്നുള്ളല്ലേ? സിസ്റ്റർ, ഈ കാര്യം വല്ലതും ഞങ്ങളുടെ ആരോടെങ്കിലും പറയാൻ സാധ്യതയുണ്ടോ? ഞങ്ങൾ അറിയാൻ സാധ്യതയുണ്ടോ?
ഇല്ല ബ്രദറെ. ഇതിൽ സാക്ഷ്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. ആമേൻ. ആ സഹോദരി പറഞ്ഞത് ആമേൻ. ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് എന്ന് പറയുന്ന ഒരു വക്കീലിനെ ദൈവം തൊടുന്നതായിട്ട് പറയുന്നു. ആ വിഷയത്തിന്റെ മേൽ കർത്താവ് ഇടപെടാൻ വേണ്ടി പോകുന്ന ഒരു സഹോദരി പറയുകയാണ്. ആ സഹോദരിയുടെ വിഷയമായിരുന്നു. അവരൊരു കേസിൽ അവർ നോക്കുന്ന വക്കീലിനെ പറയുകയാണ് സുരേഷ്. അപ്പോൾ ആ കോടതിയിൽ എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ തമ്പുരാൻ എല്ലാം അറിയുന്നു അതിന്റെ തടസ്സങ്ങളെ. പറഞ്ഞതുപോലെ തന്നെ ആ കാര്യം സിസ്റ്ററെ അതൊരു സാക്ഷ്യമാകും. ദൈവം ആ കാര്യത്തെ ഇടപെടുക കേട്ടോ. അത്രത്തോളം നമുക്ക് ഇതിനേക്കാൾ വലിയൊരു ഉറപ്പില്ല. സൗകര്യം പറഞ്ഞു കേട്ടില്ലേ, ഇതൊന്നും നമ്മുടെ കൈ നിൽക്കുന്ന ഒരു കാര്യമല്ല. പരിശുദ്ധാത്മാവെല്ലാം അറിയുന്നു. ദൈവം തന്നെ പ്രവചന ആലോചനയിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. അതിൽ നമ്മളെ വിടിവിക്കുന്ന ദൈവമാണ്. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ഏറ്റെടുത്തു കേട്ടോ. സാക്ഷ്യമാക്കി തമ്പുരാൻ മാറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പിലത്തെ ആഴ്ചയിലാണെന്ന് തോന്നുന്നു ബ്രദർ. ജൂലൈ 12 ജനിച്ച മകൾ തൊടുന്നു എന്ന് പറഞ്ഞ് ബ്രദർ, അത് ഞാൻ ഏറ്റെടുത്തായിരുന്നു. മകൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത് പഠിത്തത്തിന്റെ കൂടെ തന്നെ ഒരു കമ്പനിയിലും പിന്നെ കമ്പ്യൂട്ടർ സെന്ററിൽ ജോലി നോക്കുന്നുണ്ട് ബ്രദർ. അത് കാരണം അവിടെ ഹോസ്റ്റൽ ഫീസ് ഒക്കെ അടയ്ക്കാനും അവിടെ ചെലവുകൾ കഴിയാനും പറ്റുന്നുണ്ട് ബ്രദർ. അത് ലഭിച്ചത് വളരെ ഭാഗ്യമായി ബ്രദർ. പിന്നെ ഹോസ്റ്റൽ ഫീസോ മറ്റോ ഒന്നും ഇട്ടുകൊടുക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് കർത്താവ് അത് അത്ഭുതം ചെയ്തത്. അവള് ഒരാഴ്ച പരിശീലനത്തിനൊക്കെ പോയിട്ടാണ് അവര് എടുത്തത്. പിന്നെ ഒരു മാസത്തിൽ 8 ദിവസമേ അവർക്ക് ജോലിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതില് ഒരു ദിവസം മുടങ്ങിയ അവൾ പകരത്തിന് ആളെ കൊടുക്കണം, അല്ലെങ്കിൽ 15 ലാറി പിടിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കയറാൻ പറ്റാത്ത ദിവസം ഗ്രൂപ്പിലിട്ട് പിന്നെ ആളെ പകരത്തിന് കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട് ബ്രദർ. അങ്ങനെ ദൈവം വളരെ സഹായിച്ചു ബ്രദർ. തീർച്ചയായിട്ടും കർത്താവ് വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ കർത്താവ് ഇന്ന് മോളുടെ വിഷയത്തെ ദൈവം ഇടപെട്ടിരിക്കുന്ന സിസ്റ്ററെ. ഇതൊരു തുടക്കം മാത്രമാണ്. വലിയൊരു സാമ്പത്തിക വഴിയെ തുറക്കുന്നതിൻ്റെ ആദ്യ പടിയാണിത്. ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. കർത്താവ് അത് വലിയൊരു സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ബ്രദറെ പറഞ്ഞോട്ടെ ബ്രദറെ പറഞ്ഞോട്ടെ. ഇന്നലെ ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു. ഒരു പഴയ വീട് 12 വർഷം മുമ്പ് അവിടുന്ന് മാറി വേറൊരു വീട്ടിൽ താമസിക്കുന്നെന്ന് പറഞ്ഞായിരുന്നു. അത് ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന വീടിന്റെ ഒരു 3-4 തൊട്ട് താഴെയാണ് ഇപ്പൊ ഞങ്ങൾ പുതിയ വീട് വെച്ച് താമസിക്കുന്നത്. പഴയ വീടാണ്. അതിപ്പോ ഒത്തിരി ഇതായിട്ട് കിടക്കുവാണ്. എങ്കിലും അവിടെ ചേട്ടന്റെ മോൻ അവിടെ താമസിക്കുന്നുണ്ട്. അത് ഞാൻ ആരും പറഞ്ഞു കേട്ടില്ല, ഏറ്റെടുത്തില്ല. അതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കുന്നു. ആ സ്ഥലത്തിന്റെ പേരിലും ഞങ്ങൾക്ക് ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞാനത് ദൈവനാമത്തിൽ ഞാനത് ഏറ്റെടുക്കുന്നു. അതുപോലെ ഇന്ന് ഞാൻ ചോറ് വാർക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലേക്ക് കഞ്ഞിവെള്ളം പിന്നെ എൻ്റെ കൈ തെന്നിപ്പോയിട്ട് എൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ വയറിലോട്ടും എൻ്റെ വലത് കാലിലേക്കും കഞ്ഞിവെള്ളം വീണ്. പക്ഷേ ദൈവം അത് എനിക്കൊരു അനർത്ഥം വ്യസന കാരണമായി തീരാതെ വന്ന ദൈവം എന്നെ കാത്ത് എൻ്റെ വയറിലേക്ക് വീഴുവാൻ നൈറ്റി മാത്രമേ നനഞ്ഞുള്ളൂ. പക്ഷെ വയറ് വീണിരുന്ന വയറ് നന്നായിട്ട് പൊള്ളിയേനെ. കാലിൻ്റെ പത്തിയിൽ വീണിട്ടും ഞാൻ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കഴുകി. പക്ഷെ എനിക്ക് 2 സ്ഥലവും കാലും വയറും ഒന്നും പൊള്ളാതെ എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായി കർത്താവ് കാത്ത്. അത് എനിക്ക് വളരെ ഒരിതാണ്. അല്ലെങ്കിൽ പുള്ളിയെ ഞാൻ സാരിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്കത് ഉടുക്കാൻ പോലും പറ്റാതെ എൻ്റെ വയറ് പൊള്ളി, എന്നെ കാലും അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാതെ ദൈവം എന്നെ കാത്ത്. ഞാൻ എൻ്റെ കർത്താവിന് ഓടാൻ കൂടി നന്ദി പറയുന്നു. ഈ 2 വിഷയം ഞാൻ ദൈവസന്നിധി സമർപ്പിക്കുന്നു. സിസ്റ്ററെ ഇന്നലെ കേട്ട ഒരു ദൈവിക ആലോചന അശ്വതി എന്നാണ് പേര്. സിസ്റ്റർ പറഞ്ഞത് അതായത് 12 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ 12 വർഷം മുമ്പ് ഉപയോഗിക്കപ്പെട്ട ഒരു ചേഞ്ച് ആയ ഒരു വീടാണ്. അതിൻ്റെ അകത്തുനിന്ന് ഇപ്പം ആൾക്ക്, പക്ഷെ അത് പഴയ വീടാണെങ്കിലും അതിൻ്റെ അകത്ത് ആളുകൾ ഇങ്ങനെ നടക്കുന്നതും പോകുന്നതും കാണുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആ ദൈവിക ആലോചന സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സിസ്റ്ററെ ഈ കാര്യങ്ങളെല്ലാം കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ആ സ്ഥലം നമുക്കൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടി പോകാന്നാണ് പറഞ്ഞത്. കർത്താവ് നമ്മള് കാലപ്പഴക്കങ്ങളും നമ്മുടെ ഭവനത്തിന്റെ അവസ്ഥകളും ഷേപ്പുകളും ഒക്കെ സ്വർഗം അറിയുന്നുണ്ട്. ഇന്ന് തമ്പുരാൻ കൊടുത്ത വലിയ വിടുതൽ കർത്താവ് അത് കാണുക തന്നെ ചെയ്യും, സാക്ഷ്യമാക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.
മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ബ്രദറെ, ഞാൻ ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഞാനൊരു ആന്റിയെ, പത്തനംതിട്ട ഉള്ള ഒരു ആന്റിയെ ഇന്ന് വിളിച്ചു. ഞാൻ ബാംഗ്ലൂരാ ജോലി ചെയ്യുന്ന. അവിടുന്ന് വിളിച്ചപ്പോ ആന്റി പറഞ്ഞു, ഞാൻ ഇന്നലെ ഒന്ന് വീണായിരുന്നു, പക്ഷെ എന്റെ കാലെല്ലാം നീരായിട്ടിരിക്കുവോ, ആ വേദനയാണ്. ഞാൻ പറഞ്ഞ്, ആന്റി കൈയെടുത്ത് വെച്ചോ, യേശുവിന്റെ അടിപ്പിണറ്റാൽ ഇപ്പൊ തന്നെ സൗഖ്യം കിട്ടുമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. പൂർണ്ണ വിടുതൽ. വൈകിട്ടായപ്പോ വിളിച്ചപ്പോ പറഞ്ഞു വേദനയെല്ലാം മാറി, നീരെല്ലാം മാറി എന്ന് പറഞ്ഞു. പാസ്റ്റർ, ദൈവത്തിന് നന്ദിയോടെ എൻ്റെ ദൈവമേ, ഓടി നടന്ന സഹോദരങ്ങളെ നിങ്ങൾ സുവിശേഷം പറയണം. കാര്യം നിങ്ങളുടെ മേൽ ആ കർത്താവ് രോഗസൗഖ്യത്തിൻ്റെ കൃപാവരത്തെ വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ആ വേദനയുള്ള ഭാഗത്ത് ആ നീര് അപ്പം തന്നെ വറ്റിപ്പോയി. ആ വേദന, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ദൈവം രോഗികളെയും തകർന്നവരെയും ബന്ധനക്കാരെയും നിങ്ങളിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കും. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും സിസ്റ്ററെ കർത്താവ് ഉപയോഗിക്കും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. God bless you. പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിനുള്ള പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു കൈയുടെ മുട്ടിന്റെ കൈപ്പത്തിയായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ കണ്ടു ശക്തമായ പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞ് കുറെ പിന്നെ കുതിര ഓടാനായിട്ട് ഇങ്ങനെ നിൽക്കുക. ക്ലിയർ അല്ല, നെറ്റ്വർക്ക് കട്ടായി പോകുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യും, എനിക്ക് ആ പറഞ്ഞതൊന്ന് വോയിസ് റെക്കോർഡ് അയക്കാവോ? നെറ്റ്വർക്കിൻ്റെ കട്ടായി പോകുന്നുണ്ടേ. ഒന്ന് വോയിസ് റെക്കോർഡായിട്ട് എനിക്ക് നമ്മുടെ പ്രയർ ലൈൻ നമ്പർ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, അതിലേക്കോ നിങ്ങളതൊന്ന് അയച്ചു തരും. എനിക്ക് ക്ലിയർ ആയില്ലാത്തതുകൊണ്ടാണ്. ഒന്ന് അയക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? എനിക്കൊരു സാക്ഷി പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. വെറുതെ ഇന്നലെ ഈ പ്രാർത്ഥന കേട്ടോണ്ടിരുന്നപ്പോഴത്തേനും എനിക്ക് വർഷങ്ങളായിട്ട് നടുവിന് വേദനയും കാലിനും എല്ലാം വേദനയും നീർക്കെട്ടും ഉണ്ടായിരുന്നു. വെതർ പറഞ്ഞ് മുട്ടിന് താഴെയായിട്ട് മുട്ടിന് അടിയിലായിട്ട് നീർക്കെട്ടുള്ളവര് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എനിക്ക് ആ മുട്ടിന്റെ വേദനയും നടുവിന്റെ വേദനയും ഇന്നലെ ആ പ്രാർത്ഥന മാറി. കഴിഞ്ഞ ദിവസം എനിക്ക് കൈക്ക് വേദനയായിട്ട് ഞാൻ ഭാരപ്പെട്ടപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് സാക്ഷി പറയാൻ പറ്റിയില്ല. ഇത് എത്ര നാളായിട്ട് ആന്റി ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒത്തിരി വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 10-15 വർഷമെങ്കിലും ആയിട്ടുണ്ട്. വർഷമായിട്ട് നടുവിനും ശരീരത്തിൽ നീർക്കെട്ടും വേദനയുള്ള ആളായിരുന്നു. ഇന്നലത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പൂർണ്ണമായിട്ട് സൗഖ്യമായവളെ അല്ലേ? സൗഖ്യമായി. ഓ യേശു, ഇത് വലിയൊരു സാക്ഷി. നിങ്ങൾ കേട്ട് ഇത്രയും നാളും രോഗബന്ധനത്തിലിട്ട് പിശാച് സന്തോഷിക്കുമായിരുന്നു. എന്നാൽ സുവിശേഷം കേട്ടപ്പം കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ചു. പിശാചിൻ്റെ സന്തോഷത്തെ തമ്പുരാൻ തകർത്തു. ഇന്ന് അത്ഭുത സാക്ഷി. ഇത്രയും വർഷമായിട്ടുണ്ടായിരുന്ന ആ രോഗത്തിൽ നിന്നും സൗഖ്യം നടന്നിരിക്കുന്നു. ഗോഡ് ബ്ലസ്. ഇത് നേരിട്ട് കാണുമ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞു കേട്ടോ. അനേകർ ഇത് കേൾക്കണം. അനേകർ ഇതേപോലെ നീർക്കെട്ടും വേദനയുള്ള അനേകർ ഇത് കേൾക്കുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷ. അവർ ചിലപ്പം ഓപ്പറേഷൻ തീരുമാനിച്ചും രോഗക്കടക്കെ കിടക്കുമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ യേശുവേ എനിക്കിതൊരു അവസരമാണെന്ന് പറയുവാൻ നമ്മുടെ സാക്ഷി ഒരു മുഖാന്തരം കേട്ടോ. ആയിട്ട് വരുമ്പോൾ സാക്ഷ്യം പറയണം. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കൊളസ്ട്രോളും ഉണ്ട്. ഇന്ന് നേരം വെളുത്ത് ഞാൻ ഗുളികയൊന്നും കഴിക്കാതെ നടക്കുക. എൻ്റെ യേശു എനിക്ക് ആ ഷുഗറിനും മിടവില് തരും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇന്ന് ഗുളിക പോലും കഴിച്ചിട്ടില്ല. ഗുളിക ഞാൻ ശ്രദ്ധിച്ചോണം. നമ്മൾ മരുന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാ മരുന്നെങ്കിൽ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പെട്ടെന്ന് നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. കൈ വെച്ച് പറഞ്ഞോണം, കർത്താവേ എൻ്റെ ശരീരത്തിൽ ഡോക്ടർ ഇന്ന് പറഞ്ഞു ഷുഗറുണ്ട്, പ്രഷറുണ്ട്, അതിന് മരുന്ന് തന്നു. പക്ഷേ ഇത് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ നോർമൽ കണ്ടീഷനിലേക്ക് ഞാൻ പോകും. ഡോക്ടർ പറയും ഇനി മരുന്ന് കഴിക്കണ്ട. നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞോണം. അടുത്ത ചെക്കപ്പിൽ നമുക്കറിയാം, ഒരു ഡോക്ടർക്ക് നോക്കുമ്പോൾ അറിയാം ഒരു രോഗി എങ്ങനെയാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ നോർമൽ കണ്ടീഷനിലേക്ക് പോയാൽ പിന്നെ മരുന്ന് എഴുതത്തില്ല. ജീവിതകാലം മുഴുവൻ നമുക്കറിയാം ഷുഗറും പ്രഷറും ഉള്ളവർ മരുന്ന് കഴിക്കണം. ഒരിക്കലും ഒരു മരുന്നും സ്റ്റോപ്പ് ആകത്തില്ല. പക്ഷെ പറഞ്ഞോണം, ഇന്നു മുതൽ കർത്താവേ ഈ മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷേ എഴുതി തന്ന ഡോക്ടർ രോഗം ഉണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെ അടുത്ത ചെക്കപ്പിൽ ഞാൻ യേശുവിനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ചെക്കപ്പിൽ ഡോക്ടർ പറയും ഇനി മരുന്ന് കഴിക്കണ്ട എന്ന്
ഡോക്ടർ പറയുന്ന രീതിയിലേക്ക് ഇത് നോർമൽ. അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് ആരും ശ്രദ്ധിച്ചോണേ, നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നവർ, ഞാൻ നിങ്ങളെ ഇതായിട്ട് പറയുമല്ല, നിങ്ങളുടെ വിശ്വാസത്തെ തികട്ടി കളയുമല്ല, നിങ്ങൾ ഒറ്റയടിക്ക് അത് സ്റ്റോപ്പ് ചെയ്യാതെ പറയണം. പറഞ്ഞ ഡോക്ടർ തന്നെ പറയും ഇനി മരുന്ന് വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് ഞാൻ സാക്ഷ്യം കേൾക്കും. എവിടെയാണോ നമുക്ക് രോഗമുണ്ടെന്ന് സർട്ടിഫിക്കറ്റ് തന്നത് അവിടെ തന്നെ ആ ഡോക്ടർ തന്നെ പറയും ഇനി മരുന്ന് വേണ്ട എന്ന് പറയും കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ. കാരണം അല്ലെങ്കിൽ എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ടെൻഷൻ വരും. നമുക്ക് മനസ്സിൻ്റെ അകത്ത് വിശ്വാസം നമ്മൾ പറയുമ്പോൾ, നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ എന്തെങ്കിലും ക്ഷീണം വരുമ്പോൾ പെട്ടെന്ന് മനസ്സിൻ്റെ അകത്ത് പിശാച് ടെൻഷൻ കൊണ്ടിടും, അയ്യോ രോഗമുണ്ട്. അതിലും നല്ലത് ഡോക്ടർ തന്നെ പറയും ഇനി വേണ്ട, ഇനി മരുന്ന് വേണ്ട എന്ന് പറയും. അപ്പോൾ നമുക്ക് ഫ്രീ. അല്ലെങ്കിൽ മനസ്സിൻ്റെ അകത്ത് ഇതിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമുക്ക് വിശ്വാസമുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ സംശയം കയറും. അപ്പോൾ ഒരു സംശയം വേണ്ട, ഡോക്ടർ അങ്ങോട്ട് പറയും ഇനി അത് കൺഫേം ആണ്, ഇത് സ്റ്റോപ്പ് ചെയ്തോന്ന് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ ഇന്ന് ബ്രദറെ ഹലോ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഹലോ ബ്രദറെ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ടേ ജോലി കഴിഞ്ഞ് വന്നപ്പോ കാലിന് നല്ല വേദനയായിരുന്നു, ഉപ്പൂറ്റിക്കൊക്കെ. അപ്പൊ പ്രയർ കഴിഞ്ഞപ്പം അത് മാറി. ഇല്ല കാലുവേദന. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്ന. വേദനയാൽ പ്രിയമകൾ ഭാരപ്പെട്ടായിരുന്നു, പക്ഷെ രോഗസൗഖ്യ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ആ വേദന അവിടെ നിന്ന് പൂർണ്ണമായും മാറിയിരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവിന്റെ കൃപ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ ഇന്ന്? എന്തോ ഞാൻ ഇന്നൊരു പ്രവചന ആലോചന പറഞ്ഞായിരുന്നു. തെക്കേടത്തെന്ന് പറയുന്ന ഒരു വീട്ടിന്റെ പേര് തൂക്കിയിട്ടിരിക്കുന്നത്. അത് എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി നെയിമാണ്. അവരുടെ പേരിന്റെ കൂടെ തെക്കേടത്തുനിന്ന് വെച്ചാണ് വരുന്നത്. വേറൊരാള് പറയുന്ന കേട്ടു. എന്നാലും ഞാൻ മേളിൽ എന്റെ റൂമിൽ പോയി നോക്കിയപ്പോ എന്റെ ഹസ്ബൻഡ് 2 വർഷം മുമ്പ് മരിച്ചു പോയായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം റെക്കോർഡ് അവിടെ മുകളിലത്തെ റൂമിൽ അകത്തായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. അതൊരു ബാഗിനകത്താണ്. അപ്പൊ ഞാനിങ്ങനെ അതിൽ എന്നായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത് പോയി ഞാൻ ആ ബാഗ് എടുത്ത് തുറന്നു നോക്കിയപ്പോ ബാഗിന്റെ പുറത്ത് ആ മെമ്മോറിയൽ എല്ലാം വെച്ചിരിക്കുന്നതിന്റെ ബോക്സിന്റെ മുകളിൽ തെക്കേടത്ത് നിന്ന് ഇങ്ങനെ ഒരു സ്ലിപ്പ് എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു. പിന്നെ ജൂൺ 10 എന്ന് പറയുന്ന ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്. ഹസ്ബൻഡിന്റെ ബിഗ് ബ്രദറാണ് തോമസ്. അവര് നാട്ടിലാണ്. അപ്പൊ പിന്നെ എന്തോ സ്ഥലസംബന്ധമായ അങ്ങനെയൊക്കെ പറഞ്ഞു. അവരുടെ ഫാമിലിയില് പിന്നെ പാരന്റ്സിന്റെ ടൈം മുതലൊന്നും അങ്ങനെ പാർട്ടിഷൻ ചെയ്തിട്ടില്ല. അത് സംബന്ധിച്ച് അവര് എല്ലാരും തമ്മിൽ ഇച്ചിരി ഇതൊക്കെ ഉണ്ട്. എന്നാലും ഹസ്ബൻഡ് അതിനകത്തൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അന്ന് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനത്തെ ഒരു പുള്ളി എല്ലാം ഈസി ഗോയിങ് മട്ടാണ്. അപ്പൊ അവരൊന്നും അധികം സംസാരിക്കാറൊന്നും ഇല്ല. പക്ഷെ സിസ്റ്ററെ ഇത് വലിയൊരു സാക്ഷ്യമാണ്. കാരണം വെച്ചാൽ പ്രിയ സഹോദരി പറഞ്ഞത് ഈ തെക്കേടത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പേപ്പർ ഇങ്ങനെ, അത് ഞാൻ പറയും എഴുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്. അതിപ്പോൾ സിസ്റ്റർ പറഞ്ഞു ആ ബാഗ് ചെക്ക് ചെയ്തപ്പോഴേക്കും അവിടെ ഉണ്ടായത്. മാത്രമല്ല ജൂൺ മാസവുമായിട്ട് ബന്ധം എന്നാന്ന് വെച്ചാൽ പറഞ്ഞു ഹസ്ബൻഡ് ജനിച്ച ജൂണിലാണ് ഹസ്ബൻഡ് ജനിച്ചത്. തോമസ് എന്ന് പറയുന്നത് കസിനാണ്. ഇത് വലിയ കൺഫർമേഷൻ ആണ്. ഓൾഡർ ബ്രദറാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തോമസ് എന്ന് പറഞ്ഞ ചോദിച്ചു, തോമസ് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞ തെക്കേടത്തുനിന്നുള്ള പേര് വെളിപ്പെട്ടപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണം. എനിക്കറിയത്തില്ല ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളത് എന്നാ അതിന്റെ റിലേഷനോ കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ബ്ലെസ്സിങ്, ഫിനാൻഷ്യൽ ഡോറ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി പോവാം. നമ്മൾ ചിലപ്പോൾ തലപോകം ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ല. പക്ഷേ കർത്താവ് ഈ ദൂത് എന്തായാലും സഹോദരിയുടെ വീട്ടുപേരോ ഈ എഴുതി വെച്ചിരിക്കുന്നയാളോ ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനന ദിവസമോ എല്ലാം അറിയാൻ ഞങ്ങൾക്ക് വല്ല സാധ്യതയുണ്ടോ സിസ്റ്ററെ? ഇല്ല ബ്രദറെ. അപ്പൊ അങ്ങനെയെങ്കിൽ തന്നെ ഡൗട്ടായിട്ട് ഞാൻ വന്ന് നോക്കുക. എല്ലാ മുറിയിലും പോയി ഞാൻ നോക്കി. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കിടക്കുന്നത് ഞാൻ കാണുന്നത്. മറന്നുപോയതായി. ഇത് വലിയൊരു സാക്ഷിയാ. സഹോദരിക്ക് പോലും അറിയത്തില്ലായിരുന്നത് എവിടെ ഉണ്ടെന്ന്. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പിന്നെ പറയണോ? സഹോദരിക്ക് പോലും പോയി അന്വേഷിച്ചപ്പോഴാണ് അങ്ങനത്തെ ഒരു സംഭവം. ഇനി ആരെങ്കിലും പോയി അവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യം അല്ലേ? ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അത് വലിയൊരു കാര്യമാണ് കർത്താവ് ചെയ്തിരിക്കുന്നത് സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണിക്കട്ടെ, വീഡിയോയിൽ കാണിക്കണമെങ്കിൽ എന്നാ കാണിച്ചു സിസ്റ്റർക്ക് പറ്റുമെങ്കിൽ ധൈര്യമായിട്ടുണ്ട്. സിസ്റ്ററുടെ പേര്? എന്റെ പേര് ത്രേസ്യ എന്നാണ് വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇപ്പൊ കാണിക്കാം സിസ്റ്റർ. ഓക്കെ സിസ്റ്റർ കാണിച്ചു എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സിസ്റ്ററെ? എനിക്ക് തോന്നുന്ന ലൈവിലുള്ളവർക്ക് കാണാൻ സാധ്യത കുറവായിരിക്കാം. കാണിക്കാവോ സിസ്റ്ററെ? കാണാമോ?
ഇപ്പൊ കാണാവോ? ഇത് കാണാവോ ബ്രദർ? കാണാം കാണുന്നുണ്ട്. കാണാം. ഓക്കെ, സഹോദരി ഹസ്ബൻഡ് അത് മെമ്മോറിയൽ കാണിക്കുന്നുണ്ട്. ജൂൺ 10 തെക്കേടത്ത്. കണ്ടോ? കണ്ടോ നിങ്ങൾ ദേ, കണ്ടോ? കണ്ട് ഇത് കണ്ട്. കണ്ടു. ഇതാണ് തെക്കേടത്ത് എഴുതി അതാ തൂക്കിയിട്ടിരുന്ന ഞാൻ സംഭവം. പറഞ്ഞത്, തെക്കേടത്ത് നിന്നുള്ളത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനത് വീട്ടുപേരാണെങ്കിൽ പോലും ഇതിങ്ങനെ എഴുതിയേക്കുന്നത് കാണുമായിരുന്നു. അപ്പൊ സിസ്റ്റർ അകത്ത് പോയി മുറിയിൽ ചെന്ന് തുറന്നു നോക്കി എപ്പോഴാണ് ഇത് കാണുന്നത് അല്ലേ? അതെ അതെ ഞാൻ ബ്രദർ. ശരിക്കും പറഞ്ഞാൽ ഹോള് പോലത്തെ ഒരു സംഭവത്തിലാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് കർത്താവ് എന്തുവാണ് നീ എഴുതിയിട്ടേക്കുന്നത് കാണുന്നത്. പക്ഷെ ഇന്നത് വലിയൊരു കൺഫർമേഷനാണ്. ഈ സഹോദരൻ ജനിച്ച ദിവസമാണ് ജൂൺ മാസം. അതാണ് നിങ്ങൾ ആ ആദ്യത്തെ പ്രവചനാലോചന കേട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു അറിയത്തില്ല. ജൂൺ മാസവുമായിട്ട് എന്താ ബന്ധം എന്ന് വെച്ചപ്പം ചിലപ്പോൾ ആദ്യം പറഞ്ഞ സഹോദരി പറഞ്ഞില്ല അങ്ങനെ ആരും ജനിച്ചതായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ജൂൺ മാസം ഇങ്ങനെ റിലേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണ് നോട്ട് ചെയ്ത് ജനനത്തീയതി ഇല്ലെങ്കിൽ ജൂൺ മാസവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ സഹോദരി പറഞ്ഞു ഹസ്ബൻഡ് മരിച്ചുപോയി, പക്ഷേ ഹസ്ബൻഡ് ജനിച്ചത് ജൂണിലാണ്. ഈ തെക്കേടത്ത് നിന്നുള്ളത് വീട്ടുപേരോടെ മെൻഷൻ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു പേപ്പറിൽ ഇത് ഇത് കണ്ടോ? വീട്ടുപേര് മാത്രം ഈ എഴുതി ബാഗിനകത്താ വെച്ചിരുന്ന ഇതെല്ലാം എല്ലാം വെച്ചിരുന്നത്. തൂക്കിയിട്ടിരുന്നത്. 2 അപ്പം തോമസ് എന്ന് പറഞ്ഞൊരു വ്യക്തി മുഖാന്തിരം ദൈവം ഒരു ബ്ലെസ്സിങ്ങിന്, ദൈവം ആ ഒരു വ്യക്തിയല്ല അനുഗ്രഹം, ആ വ്യക്തി മുഖാന്തിരം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുവായിരുന്നു. കണ്ടോ? ആമേൻ. ഇങ്ങനെ ആ കണ്ടോ? ക്ലോസറ്റിനകത്ത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുവായിരുന്നു. നിങ്ങൾ നോക്കിക്കേ, നമ്മളിത് ആ മുറിയിൽ ചെന്ന് ആ വീട്ടിൽ ചെന്ന് ഈ പാക്കറ്റ് ഞങ്ങളത് തുറന്നു നോക്കിയാൽ മാത്രമേ ഈ പേപ്പർ കാണാൻ പറ്റത്തുള്ളൂ അല്ലേ സിസ്റ്റർ എഴുതി വെച്ചേക്കുന്നത്? അതെ, എനിക്ക് പോലും അറിയില്ലായിരുന്നു ബ്രദറെ ഇങ്ങനെ എഴുതി യേശു തൂക്കിയിട്ടിട്ടുണ്ടെന്ന്. വലിയവൻ, യേശു വലിയവൻ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൃപാവരത്തിന് നന്ദി. കർത്താവ് തുറന്ന കൃപ കണ്ടോ? ദൈവം ചെയ്യുന്ന ആ സിസ്റ്ററെ ആ പ്രവചന ആലോചനയോടെ ദൈവം ആ വിടുതൽ തരുക കേട്ടോ. നിങ്ങളുടെ ലൈഫിന്റെ അകത്തൊരു ആമേൻ. ട്രെയിനിങ് ഉണ്ടാകാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ വലിയൊരു ഭാരം മനസ്സിലുണ്ടായിരുന്നു. ഈ ഫിനാൻസ് മാത്രമല്ല, ഭയങ്കര ഒരു ഭാരം മനസ്സിലുണ്ടായിരുന്നു. ആ ഭാരം വിട്ടൊഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളത്തേക്ക് തമ്പുരാൻ പറയുന്നു, സമാധാനത്തോടെ ചിരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടയാക്കാൻ വേണ്ടി പോകും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. പ്രിയരെ, നിങ്ങൾ നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർത്താവിൻ്റെ ശുശ്രൂഷ അനുഭവിക്കുവാനും വചനം കേൾക്കുവാനും ഈ കൃപാവര ശുശ്രൂഷകളെ കാണാനും ഒക്കെ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ സഹായിക്കുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായി നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. സ്വീകരിച്ചോട്ടോ, വലിയ സാക്ഷ്യം വരാൻ വേണ്ടി പോവാ. അതൂത് പിടിച്ചെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചോളും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞു. ബ്രദറെ, എന്തോ ഹലോ. എന്തോ ഹലോ ബ്രദറെ, ഇന്നലത്തെ പ്രാർത്ഥനയിൽ ബ്രദർ ഒരു കാര്യം പറഞ്ഞായിരുന്നു. പാപ്പച്ചൻ എന്ന് പറഞ്ഞ അപ്പച്ചൻ ആ. 70-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അതിനുശേഷം ആ വീട്ടിൽ വലിയൊരു അനർത്ഥം ഉണ്ടായി എന്ന് പറഞ്ഞത് എന്റെ ഭവനത്തിലാണ്. ഉം. അതിനുശേഷം ഒരു സംഭവം നടന്നായിരുന്നു. അത് ഇതുവരെ അത് എന്റെ മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കി. ഇതുവരെ അത് മാറിയിട്ടില്ല. ഉയ്യോ സിസ്റ്ററെ, ഈ പാപ്പച്ചെന്ന് പറയുന്ന പിതാവ് 70-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല ഫാദറിലോ? ഇല്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓ, ഇല്ല ഇല്ല. ഇത് വലിയൊരു സാക്ഷ്യമാണ് സഹോദരി പറഞ്ഞത്. വലിയൊരു കാര്യമാണ്. ഈ പാപ്പച്ചൻ ഇന്നലെ ദൈവാത്മ വെളിപ്പെടുത്തി പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി 70-ാമത്തെ, ഇപ്പൊ പാപ്പച്ചൻ എന്ന് പറയുന്ന പേര് ചിലപ്പോൾ ആരും പറഞ്ഞു കൊടുത്തായിരിക്കും. പക്ഷെ 70-ാമത്തെ വയസ്സിൽ മരിച്ചു പോയത് മാത്രമല്ല, വലിയൊരു ഭാരത്തിന്റെ അകത്ത് ആ ഭവനം കടന്നു പോവാ. സത്യമാണ്. 19 വർഷത്തോളമായി ഇത് സംഭവം നടന്നിട്ട്. ഇതുവരെയും ആ വിഷമം എന്നെ മാറിയിട്ടില്ല. ഓ, യേശു തൊടുക കേട്ടോ. യേശു വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുക സഹോദരങ്ങളെ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിരാശകൾക്കകത്തുനിന്നും ഇന്ന് ആ വ്യക്തി, ആ പാപ്പച്ചൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ കാലഘട്ടത്തിൽ കയറിക്കൂടിയ ഒരു വിഷയത്തിന്റെ മേൽ യേശു തൊടുക എന്നാ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് മറ്റൊരു വേദനയും കൂടെ ഉണ്ട് ബ്രദറെ. ബ്രദർക്ക് ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പൊ 1 മാസത്തോളം അത് കണ്ടില്ലെന്നാ തോന്നുന്നത്. എന്റെ മോളുടെ FMG പരീക്ഷയുടെ 3-4 പ്രാവശ്യം എഴുതി, ഇതുവരെ കിട്ടിയില്ല. അടുത്ത ജനുവരി 17-ാം തീയതി എന്റെ എക്സാമാ. ഞാൻ അതിനെ ഓർന്ന് വലിയ വേദനയോടെയാണ് ഇരിക്കുന്നത്. മറ്റേ പഴയ കാര്യങ്ങൾ അത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. വേദന ഉണ്ടാക്കി എന്നാൽ തന്നെയും അതിന് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് ഭയങ്കര വേദനയുള്ള കാര്യം. അത് മരിച്ചാലും മറക്കാത്ത കാര്യമാണ്. പക്ഷേ അപ്പൊ അതുപോലൊരു വേദനയായി ഇപ്പോഴും വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പൊ ബ്രദറിന് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കണേ. കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു. പ്രിയ മകളുടെ ജീവിതത്തിൽ ആ വിഷയത്തിന്റെ മേൽ അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. വലിയ സാക്ഷ്യമായിട്ട് തമ്പുരാൻ അത് മാറ്റുമല്ലോ. വലിയ സാക്ഷ്യമായിട്ട് ദൈവമേ അങ്ങ് അത് മാറ്റുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണം. കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് ആ വലിയ പ്രവൃത്തിയെ ദൈവം കാണുക കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് ആരെങ്കിലും ഉണ്ട് വേഗത്തിൽ പറഞ്ഞു സാക്ഷിയുള്ള, പെട്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് ചില വാക്കുകളിൽ പറഞ്ഞു. ഞാൻ മറ്റേ ഇച്ചിരി പറഞ്ഞില്ല ഒരു കാര്യം.
അപ്പം കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിനുള്ള പ്രാർത്ഥന അന്വേഷണ പുറകിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം കണ്ടു. ഞാൻ ആദ്യം കുറെ ഒത്തിരി നേരം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പിന്നെ ഞാനൊരു കുതിര ഇങ്ങനെ ഓടുന്നതായിട്ട് കുതിരയെ കണ്ടു. പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോ എന്റെ തലയിൽ ഒരു ഭയങ്കര അനുഭവം ഉണ്ടായി. നല്ല എന്തോ വന്നിരിക്കും പോലെ നല്ലൊരു അരിപ്പ് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എന്താന്ന് പറയാ പാസ്റ്റർ? സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ നമുക്ക് ആ ദർശനം കണ്ട സമയത്ത് ഭയപ്പാട് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്തോണം. ദൈവഹിതമല്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന് പറഞ്ഞോണം. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുമാറാകട്ടെ. വൻ കൃപകളാൽ ദൈവം നിറയ്ക്കട്ടെ. സിസ്റ്റർ, ഭാരപ്പെടരുത്. ആ ദർശനം ദൈവത്തിൻ്റെ വലിയൊരു കൺഫർമേഷനായിട്ട്, ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിക്കായിട്ട് ദൈവം അത് മാറ്റും. ഈ ദിവസങ്ങളിൽ പറഞ്ഞോണം, എൻ്റെ അകത്ത് വരുന്ന എല്ലാ ഭയത്തെയും എല്ലാ ഭാരത്തെയും ഞാൻ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല, ഞാൻ വിശ്വസിക്കുന്നതേ സംഭവിക്കത്തുള്ളൂ എന്ന് പറയും. കർത്താവ് ഒരു സാക്ഷിയാകും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കാണാം. ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്തവർ, ഇന്ന് ടെസ്റ്റ് മണി സാക്ഷ്യം കേൾക്കുന്നവർ, നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കും. ഇത് അത്ഭുതത്തിന്റെ സമയം. ആമേൻ. ഗോഡ് ബ്ലസ് യു.